ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിലും നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ, ആ കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിൽ സന്തോഷിക്കുന്നവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ഒരു നിമിഷം നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. അനേകർക്ക് ലഭിക്കാത്ത നല്ലൊരു അവസരം കൂടെ നമുക്കൊരുക്കി തന്ന നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഉയർപ്പിൻ്റെ ഞായറാഴ്ചയുടെ പകൽക്കാലം ഉയർക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഉയരുവാൻ ആഗ്രഹിക്കുന്നവർ നമുക്കൊരുമിച്ചായിരിക്കുവാൻ സർവശക്തൻ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ദൂരത്തും ചാരത്തും ആ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നവർ സ്തുതിച്ചാട്ടെ, മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നല്ല രാജാവേ, സ്തുതിക്കുന്നപ്പ അങ്ങയുടെ സ്നേഹത്തിനായി, അങ്ങയുടെ കരുതലിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഒരുമിച്ച് കരങ്ങളെ തട്ടി നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. അന്യഭാഷകളിൽ അനേകർക്ക് ലഭിക്കാത്ത ഈ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അനേകർ കേട്ടിട്ട് പ്രതികരിക്കാത്ത ശബ്ദം അതേ നമ്മൾ കേട്ടു, പ്രതികരിച്ചു, അപ്പന്റെ സന്നിധിയിലായിരിക്കുന്നു. ഒരുമിച്ച് നല്ല കർത്താവിനെ അന്യഭാഷകളിൽ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം. ഈ ലോകത്തിലെ ഒരു മനുഷ്യനല്ല, നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയല്ല, പ്രബലൻ എന്ന് മേനി നടിക്കുന്നവരെയല്ല, രാജാതിരാജാവിനെ, കർത്താവിനെ സഭ ഒരുമിച്ച് സ്തുതിക്കുക. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഉന്നതനെ, മഹോന്നതനെ, അത്യുന്നതനെ, പരിശുദ്ധനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തു. രാധാരാഷാഖാരഥനെ, നന്ദി കർത്താവേ, നന്ദി യേശുവേ, ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യത്തിനായി, അങ്ങ് ഞങ്ങളെ മൂടി മറച്ചിരിക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഹാളിനകത്തായിരിക്കുന്നവർ, ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടായിരിക്കുന്നവർ ഓരോരുത്തരെയും നല്ല കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ജ്വലിച്ച് കത്തേണ്ട അനുഭവത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ മാസം നമ്മുടെ വാർഷിക ഉപവാസ പ്രാർത്ഥനയായിരുന്നു. 21 ദിവസങ്ങൾ പൂർണ്ണമായി ഉപവസിച്ചവരുണ്ട്, പല ദിവസങ്ങൾ ഉപവസിച്ചവരുണ്ട്. വലിയ സാക്ഷ്യങ്ങളൊക്കെ ദൈവം തന്ന് നമ്മെ മാനിക്കുന്നുണ്ട്. അതിലപ്പുറമായി ആ സ്തോത്രം നാമായിരുന്ന ഉപവാസത്തിൻ്റെ അനുഭവത്തെ ഞാൻ ഇങ്ങനെ വീക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. തീച്ചൂളയുടെ അനുഭവം. കാലാവസ്ഥ മുഖാന്തരമുള്ള ചൂടിനെ കുറിച്ചല്ല പറഞ്ഞത്, ഓരോ ഉപവാസവും ഓരോ തീച്ചൂളയുടെ അനുഭവമാണ്. അങ്ങനെയെങ്കിൽ ആ തീച്ചൂളയ്ക്കകത്ത് നിന്ന് എടുത്ത അതേ ആ ജ്വലിച്ച് കത്തുന്ന തീക്കട്ടകളാണ് നമ്മൾ ഓരോരുത്തരും. ആമേൻ, സ്തുതിക്കുന്നു കർത്താവേ, ആമേൻ. ആ തീച്ചൂളയിൽ നിന്ന് എടുത്ത ജ്വലിച്ച് കത്തുന്ന തീക്കട്ടകൾ അതെവിടെ വീണാലും അവിടെ തീ പിടിപ്പിക്കും. യേശുവിൻ നാമത്തിൽ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ തീ പിടിക്കുവാൻ പോകുക. നിങ്ങളുടെ ഭവനത്തിനകത്ത്, ആലയത്തിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, സഹോദര സഹോദരി, നീ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും, നീ എന്ന തീക്കട്ട വീഴുന്നിടത്ത് തീ പിടിക്കുവാൻ പോകുക. ചില ഇരുട്ടിന്റെ അനുഭവങ്ങളെ തകർത്തുകൊണ്ട്, ചില ദുഷ്ടവ്യാപാരങ്ങളെ തകർത്തുകൊണ്ട് തീ പിടിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ തീ പിടിപ്പിക്കുന്ന ഒരു അഭിഷേകം ഈ 21 ദിവസങ്ങളിൽ പകരപ്പെട്ടത്. തീ പിടിപ്പിക്കുന്ന ഒരു അഭിഷേകം യേശുവിൻ നാമത്തിൽ. തീ പിടിപ്പിക്കുന്ന ഒരു അഭിഷേകം. ചിലത് ജ്വലിച്ച് കത്തുകയാ, ചില വ്യക്തികൾ യേശുവിൻ നാമത്തിൽ. മലയിൽ നിന്ന് ഇറങ്ങി വന്ന മോശയുടെ ത്വക്ക് ജ്വലിച്ചതുപോലെ ചിലർക്ക് സ്തോത്രം അടുത്ത് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ചിലർക്ക് ചേർന്ന് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ മോശയുടെ ത്വക്ക് ജ്വലിച്ചത് യേശുവിൻ നാമത്തിൽ. ചിലർ ജ്വലിച്ച് കത്തുകയാ, ഒപ്പമുള്ളതിനെ കത്തിച്ചു യേശുവിൻ നാമത്തിൽ. നന്ദി കർത്താവേ, പകരപ്പെട്ട ആത്മസാന്നിധ്യത്തിനായി. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നമ്മൾ തീച്ചൂളയിൽ നിന്ന് പുറത്തെടുക്കപ്പെട്ടവർ, തീച്ചൂളയിൽ നിന്ന് പുറത്തെടുക്കപ്പെട്ടവർ ചൂടത്ത് വാടിപ്പോകത്തില്ല. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ജ്വലിച്ചു കത്തുന്ന ഉലയിൽ നിന്ന് നമ്മൾ പുറത്തെടുക്കപ്പെട്ടവർ. സ്തോത്രം, ആമേൻ, സ്തോത്രം. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ച്, പുറത്തായിരിക്കുമ്പോൾ ആ കരിക്കട്ടയ്ക്ക് എന്താണ് പ്രത്യേകത? അല്ലെങ്കിൽ പുറത്തായിരിക്കുമ്പോൾ ആ കരിക്കട്ട നമുക്ക് കാലുകൊണ്ട് നീക്കി കളയുവാൻ കഴിയും. പുറത്തായിരിക്കുമ്പോൾ ആ കരിക്കട്ടയെ നമുക്ക് എറിഞ്ഞു കളയുവാനായിട്ട് കഴിയും. പുറത്തായിരിക്കുമ്പോൾ ആ കരിക്കട്ടയെ നമുക്ക് ചവിട്ടി തേക്കുവാനായിട്ട് കഴിയും. പുറത്തായിരിക്കുമ്പോൾ ആ കരിക്കട്ടയ്ക്ക് ഒരു പ്രയോജനവുമില്ല. എന്നാൽ അത് ചൂളയ്ക്കകത്ത് കയറുമ്പോൾ ഇരുമ്പിനെ പഴിപ്പിക്കുവാനായി തുടങ്ങും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ചൂളയ്ക്കകത്താണെങ്കിൽ
ചിലത് പഴുക്കുവാൻ തുടങ്ങും. ഓ റാധാന ഷാഥിനെ, കനമുള്ള ചിലത് നിന്നിലും, കനമുള്ള ചിലത് നിന്നിലും, ബലമുള്ള ചിലത് നിന്നിലും, മഹത്വമേറിയത് നിന്നിലും, ഉപയോഗമുള്ളത് യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചിലത് പഴുക്കുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, ചിലത് പഴുക്കുവാൻ പോകുക. ചില ഇരുമ്പുകൾ, കാഠിന്യമുള്ള ചില ഇരുമ്പ്, ഓ റാധാ ഷാഖാ റഥനെ, ചിലത് പഴുക്കുവാൻ പോകുക. ചിലത് പഴുക്കുവാൻ പോകുക. പഴുത്ത് രൂപം മാറുവാൻ യേശുവിൻ നാമത്തിൽ. രൂപഗുണമില്ലാത്തത് പഴുത്ത് രൂപം മാറുവാൻ പോകുക. നീ എന്ന കരിക്കട്ട മതി, നീ എന്ന കരിക്കട്ട മതി. നീ ഉലയ്ക്കകത്ത് ജ്വലിച്ച് കത്തി. ഓ റാധാന ഷാഖാ റഥനെ, നീ ഉലയ്ക്കകത്താണെങ്കിൽ ചിലത് പഴുക്കും. നീ ഉലയ്ക്കകത്താണെങ്കിൽ ചിലത് പഴുക്കും. ഓ സ്തോത്രം. കൊല്ലൻ പഴുത്ത ചിലതിനെ എടുത്ത് മൂർച്ചയുള്ള ആയുധങ്ങളാക്കി മാറ്റുക. ദൂത ഈ പകലും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നീ എന്ന കരിക്കട്ട ജ്വലിച്ചു കത്തുമ്പോൾ, ഓ ബലമുള്ള, കനമുള്ള ചില ഇരുമ്പുകൾ ഉരുകുവാനായി തുടങ്ങും, പഴുക്കുവാനായി തുടങ്ങും. കൊല്ലൻ കൊടിൽ കൊണ്ട് അതിനെ എടുത്ത് മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റുവാൻ പോകുക. ഓ യെസ്, യേശുവിൻ നാമത്തിൽ. സർവശക്തൻ ചിലതിനെ എടുത്ത് മൂർച്ചയുള്ള ആയുധമാക്കി, മൂർച്ചയുള്ള ആയുധമാക്കി. ഈ 21 ദിവസം നീ പ്രാർത്ഥിച്ചത്, നീ ഉപവസിച്ചത്, നീ ദൈവസന്നിധിയിൽ കരഞ്ഞത് വെറുതെയല്ല. ദൈവം ചിലതിനെ എടുത്ത് മൂർച്ചയുള്ള ആയുധമാക്കി, മൂർച്ചയുള്ള ആയുധമാക്കി. നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറകളെ, നിന്റെ ഭർത്താവിനെ, നിന്റെ ഭാര്യയെ, നിന്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ തന്നെ, നിന്നെ തന്നെ, നിന്നെ തന്നെ പലതിനെ പഴിപ്പിക്കുക യേശുവിൻ നാമത്തിൽ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. ഓ റിധാര ഷഖാരഥന ശന്താരകന. ആമേൻ, സ്തോത്ര. പുറത്താ കരിക്കട്ട. ആമേൻ. നമ്മൾ പുറത്താ കരിക്കട്ട. പുറത്താ കാലുകൊണ്ട് നീക്കാൻ പറ്റുന്നേ. ഉലയ്ക്കകത്ത് കയറിക്കഴിഞ്ഞാൽ കാലുകൊണ്ടല്ല, നിന്റെ അടുത്തൊരുത്തനും വരത്തില്ല. നീ ഉലയ്ക്കകത്ത് ജ്വലിച്ച് കത്തുമ്പോഴുണ്ടല്ലോ, കാലുകൊണ്ട് നീക്കിയതൊരുത്തനും വരത്തില്ല, കൈ കൊണ്ട് കിണ്ടിയ ഒരുത്തനും വരത്തില്ല. അവിടെ വന്ന പഴുക്കം സകലവനും. ഓ റാധാന ഷഖ. അവിടെ വന്നാൽ ഇരുമ്പാണേലും പരുക്കും, അവിടെ വന്നാൽ എത്ര കാഠിന്യമുള്ളവനാണേലും പഴുക്കും. ഓ റീധാന ഷഖറതനെ ശന്താരകന. യേശുവിൻ നാമത്തിൽ വലിയ ദൈവ സാന്നിധ്യത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആ ദൈവ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയുക. ആമേൻ. അത് ഒത്തിരി എണ്ണത്തിനെ അത് പഴിപ്പിക്കുവാനുള്ളതാണ്. ആമേൻ, സ്തോത്രം. ഈ ചൂളയിൽ നിങ്ങൾ ജ്വലിച്ച് കത്തിയെങ്കിൽ, ഈ ചൂളയിൽ നിങ്ങൾ കനലായി എരിഞ്ഞുവെങ്കിൽ, ഇരുമ്പായ ചിലത് പുറത്തുണ്ട്. ആമേൻ. അത് പഴുക്കുവാൻ പോകുക. കൊല്ലൻ അടിച്ചു പരത്തി മൂർച്ചയുള്ള ആയുധങ്ങളെ സെറ്റ് ചെയ്യുവാൻ, മൂർച്ചയുള്ള ആയുധങ്ങളെ പണിതെടുക്കുവാൻ അവിടെ. ഓ സ്തോത്ര. ഒരു മാറ്റവും വരാത്ത ചിലതിനെയൊക്കെ കർത്താവ് മാറ്റം വരുത്തുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. മാറാത്ത ചിലതിനെയൊക്കെ അങ്ങനെ ഇരിക്കുക വർഷങ്ങൾ കൊണ്ട്. ഓ താങ്ക് യു ലോർഡ്. വർഷങ്ങൾ കൊണ്ട് അങ്ങനെ ഇരിക്കുക. ഒരു മാറ്റവുമില്ല, ഒരു മാറ്റവുമില്ല. ഈ സീസൺ ചിലതിനെയൊക്കെ മാറ്റാൻ വേണ്ടി. ആമേൻ. മാറാത്ത ചിലതിനെയൊക്കെ, മാറാത്ത ചിലതിനെയൊക്കെ നീ ജ്വലിച്ചു കത്തിയാൽ മാറ്റും കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവിടെ ഇவ்விധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ഇവിടെ കണ്ട കാഴ്ചകൾ മാറി ആ ദൈവവചനത്തിനൊപ്പം അല്പസമയം സഞ്ചരിച്ചാട്ടെ. നിന്റെ ദർശനം വരുന്നുണ്ട്. റാധാര ഷഖാരഥനെ. നിന്റെ കാത്തിരിപ്പിന് അറുതി വരുന്നുണ്ട്. നിന്റെ കണ്ണുനീരിന് അവസാനമാകുന്നുണ്ട്. എൻ്റെ യേശു വരുന്നുണ്ട്. ഓ രാധാന ഷഖാരഥനെ. കേൾപ്പിച്ച വചനത്തിന് മുമ്പേ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, ഇന്നലകളിൽ ഞങ്ങൾ ഒത്തിരി കേട്ട വചനം, ഇന്നലകളിൽ ഞങ്ങളെ ഒത്തിരി ആശ്വസിപ്പിച്ച വചനം, ഇന്നലകളിൽ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ച വചനം, ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി അടുത്തൊരു തലത്തിലേക്ക് ഞങ്ങളെ എടുത്തുയർത്തുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. ഇതിനകത്തായിരിക്കുന്നവർ, ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടായിരിക്കുന്നവർ, ഇനി വീക്ഷിക്കുവാൻ പോകുന്നവർ സകലരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർ ഇന്ന് വരെ കാണാത്തൊരത്ഭുതം, ഇന്ന് വരെ പ്രതീക്ഷിക്കാത്തൊരു ദൈവിക സാന്നിധ്യം, ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത വിടുതൽ അനുഭവിക്കുവാൻ തക്കവണ്ണം ഒരുക്കിയാട്ടെ. ഒരുമിച്ച്
താഴ്ത്തുന്നു കർത്താവെ. അടിയനും ശ്രേഷ്ഠനല്ല കർത്താവെ. കരിക്കട്ട അപ്പാ ഉലയിൽ ജ്വലിപ്പിച്ച് കത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ. നല്ല കൊല്ലനെ ചിലതിനെ അടിച്ചു പരത്തി മൂർച്ചയുള്ള ആയുധങ്ങളാക്കി മാറ്റിയാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സുപരിചിതമായ അല്ലെങ്കിൽ മനഃപ്പാടമായി പലരുടെയും ഉള്ളിലുള്ള ഒരു ദൂത് അല്ലെങ്കിൽ ഒരു ആലോചനയാണ് സ്തോത്രം പ്രസ്തുത വാക്യം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. ഒരു ദൂത് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതെ, നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദർശനത്തിന് ശക്തിയുണ്ട്. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദർശനത്തിന് ശക്തിയുണ്ട്. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്ക് ശക്തിയുണ്ടെന്നല്ല, നിങ്ങൾക്ക് ബലമുണ്ടെന്നല്ല, നിങ്ങൾക്ക് പ്രാപ്തിയുണ്ടെന്നല്ല, നീ പ്രാപിച്ച ദർശനത്തിന് ഒരു ശക്തിയുണ്ട്. ആ ദർശനത്തിന് നിന്റെ അവസ്ഥയ്ക്ക് തടഞ്ഞു വയ്ക്കുവാൻ കഴിയത്തില്ല. ആ ദർശനത്തെ നിന്റെ സാഹചര്യത്തിന് തടഞ്ഞു വയ്ക്കുവാൻ കഴിയത്തില്ല. ദർശനത്തെ നിന്റെ സ്തോത്രം മാനുഷ്യമായിട്ടുള്ള ശത്രുതയ്ക്ക് തടഞ്ഞു വയ്ക്കുവാൻ കഴിയത്തില്ല. ദർശനത്തെ പിശാചിന് തടഞ്ഞു വയ്ക്കുവാൻ കഴിയത്തില്ല. വചനം പറയുന്നു, തടസ്സത്തെ നീക്കി അത് വരും, ശക്തിയോടെ അത് വരും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദർശനം വരും, അതിന് ശക്തിയുണ്ട്. അതിന് വിരോധമായി മനുഷ്യനും പിശാചും കെട്ടി ഉയർത്തിയ മതിലുകളെ തച്ച് തകർത്ത് ദർശനം വെളിപ്പെട്ട് വരിക. വിശ്വസിക്കുന്നവർക്കായി നല്ല കർത്താവെ സ്തുതിക്കുന്നപ്പ ആ ദർശനം വരിക. യേശുവിൻ നാമത്തിൽ നീ കണ്ട ദർശനം, നീ കേട്ട ദർശനം, നീ അറിഞ്ഞ ദർശനം, അതെ നിന്റെ അവസ്ഥയെ മാറ്റുന്ന, നിന്റെ ജീവിതത്തെ മാറ്റുന്ന, നീ ഇന്നായിരിക്കുന്ന അനുഭവങ്ങളിൽ നീ പുറത്തു വരുന്ന അതെ ആ ദർശനം വരിക. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ആ ദർശനം വരിക. ആ തൊഴിലെന്ന ദർശനം, വരുമാനം എന്ന ദർശനം യേശുവിൻ നാമത്തിൽ നിന്ന മാറുന്ന, നിരാശ മാറുന്ന, തലകുനിയലിന്റെ അനുഭവം മാറുന്ന ആ ദർശനം വരിക. ശക്തിയോടെ വരിക. വഴിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിനെ തകർത്ത് വരിക. വിരോധമായി നിൽക്കുന്ന മനുഷ്യനെ തകർത്ത് വരിക. മനുഷ്യന്റെ ചിന്തയെ തകർത്ത് വരിക. മനുഷ്യന്റെ ആലോചനയെ തകർത്ത് വരിക. മനുഷ്യന്റെ പദ്ധതികളെ തകർത്ത്, അതേ നിയമത്തെ തകർത്ത്, സഹോദര സഹോദരി ആ രാജ്യത്തിലെ നിയമത്തെ തകർത്ത് നിന്റെ ദർശനം വെളിപ്പാവോ. യേശുവിനാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ചില നിയമത്തെ തകർത്ത്, ചില രാജ്യങ്ങളിലെ നിയമത്തെ തകർത്ത് ആ ദർശനം വെളിപ്പെട്ട് വരിക. ഓ താങ്ക് യു ലോർഡ്. ചില രാജ്യങ്ങളുടെ നിയമത്തെ തകർത്ത്, ചില രാജ്യങ്ങളുടെ നിയമത്തെ തകർത്ത്, ചില മനുഷ്യർ ഒരുക്കിയ പദ്ധതികളെ തകർത്ത്. ഓ മനുഷ്യരൊരുക്കിയ പദ്ധതികളെ തകർത്തുകൊണ്ട്, മനുഷ്യരൊരുക്കിയ പദ്ധതികളെ തകർത്തുകൊണ്ട്, ചിലരുടെ ആലോചനകൾ വൃഥാവാക്കിക്കൊണ്ട് ശക്തിയോടെ ദർശനം വരിക. നിന്റെ ജീവിതത്തിലേക്ക് ദർശനം യേശുവിൻ നാമത്തിൽ നിന്റെ ശുശ്രൂഷ എന്ന ദർശനം, നിന്റെ ആത്മീയ ജീവിതം എന്ന ദർശനം, നിന്റെ പ്രാർത്ഥനാ ജീവിതം എന്ന ദർശനം, നിന്റെ നല്ല ഭാവി എന്ന ദർശനം നീ സ്വപ്നം കാണുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവിക്കായി സഹോദരി ചില തടസ്സങ്ങളെ നീക്കി, മന്ത്രവാദിയിൽ നിന്ന് ഉരുവായ, നിന്നോട് ഇഷ്ടമില്ലാത്ത ചിലതിനെ പലതിനെയും മുൻനിർത്തി സ്തോത്രം നീ പുറത്തു വരരുത്, നിനക്കൊരു വിവാഹം നടക്കരുത്, നീ നന്നായിരിക്കരുതെന്ന് പറഞ്ഞ് ശത്രു കെട്ടി ഉയർത്തിയ ചില മതിലുകളെ തകർത്തുകൊണ്ട് നിന്റെ ദർശനം ആ ദർശനം വെളിപ്പെട്ട് വരിക. ആ രാജ്യങ്ങൾ നിനക്ക് കീഴടങ്ങുന്ന ആ ദർശനം, അവിടെ നീ നന്മ പ്രാപിക്കുന്ന ദർശനം യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ആ ദർശനം വെളിപ്പെട്ട് വരിക. യേശുവിൻ നാമത്തിൽ നിന്റെ ദർശനം അതിശക്തിയോടെ ആ ദർശനത്തെ പിടിച്ചു വയ്ക്കുവാൻ ഒരിക്കൽ കൂടി പറയട്ടെ, അത് മനുഷ്യനോ പിശാചിനോ കാലത്തിനോ സാഹചര്യത്തിനോ കഴിയത്തില്ല. സകലത്തെയും തകർത്ത് നിന്നിലേക്ക് വരുവാൻ ദർശനത്തിന് ശക്തിയുണ്ട്. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ദർശനത്തിന് ശക്തിയുണ്ട്. ആ ദർശനം വരും. ആമേൻ, സ്തോത്രം. പ്രവാചകൻ ഉറപ്പിച്ച് പറയുന്നു, അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് പകലിൽ നിങ്ങളോടും ഞാൻ പറയുന്നു, അതേ ആ ദർശനം വരും. അതിനെ തടഞ്ഞു വെക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തേയില്ല. നിന്നെ തടഞ്ഞു വെക്കുവാൻ കഴിഞ്ഞേക്കും. താങ്ക് യു ലോർഡ്. ശത്രു പലപ്പോഴും വിജയിക്കുന്നത് അവിടെയാ. നിന്നെ തടഞ്ഞു വെക്കുവാൻ കഴിഞ്ഞേക്കും. നിന്നെ സ്തോത്രം മടിപ്പിക്കുവാൻ കഴിഞ്ഞേക്കും. നിന്നെ തളർത്തുവാൻ കഴിഞ്ഞേക്കും. നിന്നെ നിരാശപ്പെടുത്തുവാൻ കഴിഞ്ഞേക്കും. നിന്നെ വേദനിപ്പിക്കുവാൻ കഴിഞ്ഞേക്കും. പക്ഷെ നിന്റെ ദർശനത്തെ തടഞ്ഞു വെക്കും. യേശുവിൻ നാമത്തിൽ നിന്റെ ദർശനത്തെ തടഞ്ഞു വെക്കുവാൻ, നിന്റെ ദർശനത്തെ തടഞ്ഞു വെക്കുവാൻ, നിന്റെ ദർശനത്തെ തടഞ്ഞു വെക്കുവാൻ സ്തോത്രം ഒരു പിശാചിനും ഒരു പദ്ധതികൾക്കും കഴിയത്തേയില്ല. ആ ദർശനം ശക്തിയോടെ
ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ദർശനം ശക്തിയോടെ, ദർശനം ശക്തിയോടെ, ദർശനം ശക്തിയോടെ, ദർശനം തന്നവനിൽ നിന്ന് ദർശനം കണ്ടവനിലേക്ക്, ദർശനം കേട്ടവനിലേക്ക്, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. സ്തോത്രം. വേഗത്തിൽ വന്നേ. അപ്പോൾ ആ ദർശനം, ഒന്ന് ആ ദർശനം, അതിൻ്റെ ശക്തി അതെങ്ങനെ പ്രാപിച്ചെടുക്കാം. ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാൻ പോകുന്നത് അതേക്കുറിച്ചാണ്. വലിയ പ്രാർത്ഥന, വലിയ വിശ്വാസം നിങ്ങൾ പ്രാപിക്കുന്നവരായി മാറും. ഒരിക്കൽ കൂടി പറയട്ടെ, ദർശനം, അതിൻ്റെ ശക്തി അതെങ്ങനെ പ്രാപിച്ചെടുക്കാം. രണ്ട് വിധത്തിൽ ദർശനങ്ങൾ ഒരു സാമാന്യ മനുഷ്യനിൽ ലഭിക്കാറുണ്ട്. ഒന്നാമതായി സ്തോത്രം, ദാവീദ് പ്രവാചകനിലൂടെ കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. ആര്? ദാവീദ് പ്രവാചകനിലൂടെ തൻ്റെ ദർശനം കേട്ടു. ആമേൻ. ഇസ്രായേലിൽ ഒരു രാജാവിന് ദൈവത്തിന് ആവശ്യമുണ്ട്, അതിന് നിനക്ക് നറുക്ക് വീണ്ടിരിക്കുന്നു. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലയോ ശ്രേഷ്ഠനായ ദാവീദേ, ഇസ്രായേലിൽ ഒരു രാജാവിന് ദൈവത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈശായുടെ പുത്രനായ ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠനും സമൃദ്ധനും എല്ലാം കൊണ്ട് തികഞ്ഞ നിന്നെ ആവശ്യമുണ്ട്. നീ വരുന്നോ എന്നല്ല, നിനക്ക് നറുക്ക് വീണിരിക്കുന്നു. ആമേൻ. യോഗ്യതയല്ല, ഈശായി പുത്രന് വീണ നറുക്ക് ഇന്ന് ഇതിനകത്ത് ചിലരുടെ മേൽ വീണിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. ചിലർക്ക് നറുക്ക് വീണിട്ടുണ്ട്. നിന്റെ ദർശനം നിനക്ക് വീണ നറുക്ക. ഓ താങ്ക് യു. നിന്റെ ക്രെഡിറ്റ് അല്ല, നിന്റെ മേന്മയല്ല. ഓ റാധാന ഷഖാറതനെ. പലരും ഓ സ്തോത്രം, എൻ്റെ കഴിവ് കൊണ്ട് എന്നെ ദൈവം വിളിച്ചു, എൻ്റെ ക്രെഡിറ്റ് കൊണ്ട് ദൈവം വിളിച്ചു, എൻ്റെ യോഗ്യത കൊണ്ട് അല്ലേ അല്ല. നറുക്ക് വീണതാ, നറുക്ക് വീണതാ, നറുക്ക് വീണതാ. ആട്ടിൻ തൊഴുത്തിൽ കിടന്നൊരുത്തന് വീണ നറുക്ക്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. രണ്ട്, സ്വപ്നത്തിലൂടെ ദൈവം യോസേഫിനെ കാണിച്ചതുപോലെ. ഒന്ന് പ്രവാചകന്മാരിലൂടെ, പ്രസംഗത്തിലൂടെ ആകാം, മെസ്സേജിലൂടെ ആകാം. സ്തോത്രം. ഇങ്ങനെ നിങ്ങൾ കേൾക്കും, ദർശനത്തെക്കുറിച്ച് കേൾക്കും. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് എന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്, ഇതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. ആമേൻ. അത് ആമേൻ ദർശനം. രണ്ടാമതായി സ്വപ്നത്തിലൂടെ യോസേഫിന് ദൈവം കാണിച്ചു കൊടുക്കുകയാണ് തൻ്റെ ഭാവിയെക്കുറിച്ച്. സ്വപ്നത്തിലൂടെ പലതും കാണിച്ച് തരപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രണ്ട് വിധത്തിൽ ദൈവത്തിൻ്റെ ജനം ദർശനങ്ങളെ കാണും. മറ്റു പല വിധങ്ങളുമുണ്ട്, എങ്കിലും പ്രധാനമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് വിധത്തിലുള്ള ദർശനങ്ങളാണ്. ഇതിൽ ഒന്നാമത്തെ വിധത്തിലുള്ള ഒരു ദർശനവും, ആ ദർശനം എങ്ങനെയാണ് ഭക്തന്മാർ പ്രാപിച്ചെടുത്തത്, ആ ദർശനത്തിൻ്റെ ശക്തി, അതേക്കുറിച്ചാണ് സംഖ്യാപുസ്തകം 13-ാമത്തെ അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. വേഗത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ശ്രദ്ധിക്കണമേ, ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ അവർ മോശയിലൂടെ ദർശനം കേട്ടവരാണ്. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, അവർ മോശയിലൂടെ ദർശനം കേട്ടവരാണ്. കേട്ട ദർശനം, ആമേൻ, അത് പ്രാപിച്ചെടുക്കുവാനായി അവർ പുറപ്പെട്ടു. അവരുടെ യാത്ര, അവർ എങ്ങനെയാണ് ആ ദർശനം പ്രാപിച്ചെടുത്തത്, പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. സ്തോത്രം. 13-ാം അധ്യായത്തിലേക്ക്, ആ ദർശനത്തിലേക്ക്, ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ കേട്ട ആ ദർശനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മക്കളിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് മോശ വാഗ്ദത്ത ദേശം ഉറ്റുനോക്കുവാനായി, അഥവാ ദർശനം ഉറ്റുനോക്കുവാനായി, ശ്രദ്ധിക്കുക, ദർശനം ഉറ്റുനോക്കുവാനായി അയക്കുന്നു. സംഖ്യാപുസ്തകം തന്നെ 13-ാം അധ്യായം 19-20 വാക്യങ്ങൾ, അതേ 32-33 വാക്യങ്ങൾ, ഈ 3 ഭാഗങ്ങളിലുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ ചിന്തിക്കുക. 12 പേരെ അയക്കുന്നു. അയച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? 13-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, അവർ അറിയേണ്ടത്, അല്ലെങ്കിൽ ഈ 12 പേരിലൂടെ 12 പേർക്ക് പിന്നിൽ അണിനിരക്കുന്ന 30 ലക്ഷം പേർ അറിയേണ്ടത് എന്തെന്നാൽ, ആ ദേശം എങ്ങനെയുള്ളതാണ്, അത് നല്ലതാണോ, അത് ആകാത്തതാണോ, അത് പട്ടണങ്ങളാലും കോട്ടകളാലും നിറഞ്ഞതാണോ, വാസയോഗ്യമാണോ. ആമേൻ. അതൊരു ആകാംക്ഷയാണ്, ക്യൂരിയോസിറ്റിയാണ്. എന്താണ്? കേട്ട വാഗ്ദത്തം അത് അങ്ങനെ തന്നെയാണോ? ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ
മിസ്രൈമിലായിരുന്ന സമയം ഒരുപാട് പീഡ കഷ്ടം അതൊക്കെ നമുക്കറിയാം. പക്ഷേ അവിടെ എല്ലാം കൊണ്ടും കഷ്ടപ്പാടൊന്നും അല്ലായിരുന്നു. ആ കഷ്ടപ്പാടിന് മധ്യത്തിലും അവർ പെരുകുന്നുണ്ടായിരുന്നു. അവരെ പെരുക്കുവാൻ വേണ്ടത് അവിടെ ഉണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം. അതിൽ നിന്നും അധികമായത് അവിടെ ഉണ്ടോ? ഞങ്ങൾ കടന്നു പോകുന്ന വാഗ്ദത്ത ദേശത്തിലുണ്ടോ? അല്ലെങ്കിൽ മോശയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ദർശനത്തിൽ ഉണ്ടോ? അപ്പോൾ ഇതറിയുവാൻ വേണ്ടിയാണ് മോശ അയക്കുന്നത്. എന്നാൽ 13-ാം അധ്യായം 32-33 വാക്യങ്ങളിലേക്ക് എത്തുമ്പോൾ പോയ 12 പേരിൽ 10 പേർ ഒരു റിപ്പോർട്ടുമായിട്ട് മടങ്ങി വരികയാണ്. ശ്രദ്ധിക്കണമേ, അവർ വന്നിട്ട് മോശയോടും കൂടി നിന്ന ജനത്തോടും പറയുന്നത് ഇതാണ്, സ്തോത്രം, ഇത് ഞങ്ങൾക്ക് കിട്ടത്തില്ല. ആമേൻ, സ്തോത്രം. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, അവിടെയൊക്കെ മല്ലന്മാരാണുള്ളത്, അവർ അധികായന്മാരാണ്. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടുകിളികളെ പോലെയാണ്, ഞങ്ങൾ ഒന്നുമില്ലാത്തവരാണ്. നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എന്തിനാണ് മോശ 12 പേരെ തിരഞ്ഞെടുത്ത്, ഇസ്രായേലിലെ 12 പ്രഭുക്കന്മാരെ തിരഞ്ഞെടുത്ത് ദേശം അഥവാ ദർശനം, വാഗ്ദത്തം ഉറ്റുനോക്കുവാനായിട്ട് അയച്ചത്? ആമേൻ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, മോശ ദൈവത്തിൻ്റെ ജനത്തെ അയച്ചത് അത് കിട്ടുമോ കിട്ടില്ലേ എന്ന് അറിയാൻ അല്ല, മറിച്ച് ആ ദേശം നല്ലതാണോ, ആമേൻ, നമ്മൾ കേട്ടതുപോലെ നല്ലതാണോ, അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ഉണ്ടോ, അവിടെ സന്തോഷമാണോ, അവിടെ നമുക്കെങ്ങനെ ജീവിക്കുവാനായിട്ട് കഴിയും, നിങ്ങൾ ഇതുവരെ കണ്ടത് അല്ലെങ്കിൽ ഇതുവരെ കേട്ടതെല്ലാം അവിടെ ഉണ്ടോ എന്നറിയുവാൻ മാത്രമാണ് മോശ ജനത്തെ അയച്ചത്. അല്ലാതെ ഈ ജനത്തിന് പറ്റുമോ പറ്റില്ലേ എന്ന് അറിയാനല്ല. കാരണം മോശയ്ക്കറിയാം ദർശനം തന്നത് ദൈവമാണ്. ആ ദൈവത്തിന് അത് നിവർത്തിക്കുവാൻ കഴിയും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദർശനം നിനക്ക് തന്നത് നിന്റെ ആരോഗ്യം കണ്ടിട്ടല്ല, നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, നിന്റെ യോഗ്യത കണ്ടിട്ടല്ല, നിന്റെ ക്വാളിഫിക്കേഷൻ കണ്ടിട്ടല്ല, എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ളത് കൊണ്ടാണ്. ഈശായി പുത്രനെ ദൈവം തിരഞ്ഞെടുത്തത് അവൻ്റെ ഷോൾഡറിന്റെ വലിപ്പം കണ്ടിട്ടല്ല, അവൻ ശൗലിന് മുകളിൽ സ്തോത്രം തലയെടുപ്പുള്ളവനായതുകൊണ്ടല്ല. സ്തോത്രം, എൻ്റെ ദൈവത്തിന് ദർശനത്തെ നിവർത്തിക്കുവാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയാണ് നമ്മളും ദർശനവുമായി തെറ്റി തുടങ്ങുന്നത്. ആമേൻ. നമ്മളും ദർശനം കേട്ടു, ഒത്തിരി ദർശനങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ്. വിവാഹം കഴിക്കാത്തവർ, മക്കൾ, പ്രായമായ മാതാപിതാക്കൾ ദർശനം കാണും അല്ലെങ്കിൽ ദർശനം കേൾക്കും. അനുഗ്രഹിക്കപ്പെട്ട വിവാഹം, ദേശം കണ്ടിട്ടില്ലാത്ത വിവാഹം, ദേശത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വിവാഹം. ആമേൻ, സ്തോത്രം. അത് വെറും സ്വപ്നമല്ല, ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചെടുക്കുന്ന ദർശനം, ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചെടുക്കുന്ന ദർശനം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണമേ, അല്ലാതെ നിങ്ങളുടെ വിവാഹപ്രായമായ മകൾ സ്തോത്രം നശിച്ചു പോകുന്ന ഒരു സ്വപ്നം, സ്തോത്രം, അതല്ല ദർശനം. ആമേ. അവളുടെ കല്യാണം നടക്കാതെ വീട്ടിലിരിക്കുന്നത്, അതല്ല ദർശനം. ദൈവം ഒരിക്കലും വഴിമുടക്കിയായ ദൈവമല്ല. ആമേൻ. അവൻ വഴി തുറക്കുന്ന ദൈവമാണ്. ദൈവം ഒരിക്കലും വീട്ടിനകത്ത് ഇരുത്തുന്ന ദൈവമല്ല, അവൻ പുറത്തു കൊണ്ടുവന്ന് മാനിക്കുന്ന ദൈവമാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീട്ടിനകത്തിരുത്തുന്നത് പിശാചാണ്. ചില സ്ഥാനങ്ങളിൽ നീ പുറത്ത് നിൽക്കരുത്, നീ പ്രയോജനപ്പെടരുത്, നീ മാനിക്കപ്പെടരുതെന്ന് പറഞ്ഞ് നിർത്തുന്നത് പിശാചാണ്. ദൈവം പുറത്തു കൊണ്ടുവന്ന് മാനിക്കുന്നവനത്ര. അപ്പോൾ നമ്മുടെ സാഹചര്യം വെച്ചിട്ട് നമ്മൾ ചിന്തിക്കും, അയ്യോ, ഇത്ര സ്ത്രീധനം കൊടുക്കണം, അങ്ങനെ ഒരു വിവാഹം നടക്കണമെങ്കിൽ, അങ്ങനെ ഒരു ചെക്കൻ കിട്ടണമെങ്കിൽ, എൻ്റെ മകൾ ഇങ്ങനെ ആയിരിക്കണം, അവൾക്ക് ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ വേണം. വീണ്ടും നമ്മൾ ദർശനങ്ങൾ കാണും, അനുഗ്രഹിക്കപ്പെട്ട ജോലി. ഇന്ന് സ്തോത്രം, ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിന് മുമ്പിലായിരിക്കുന്നവർ, പ്യുവറായിട്ടുള്ള വചനത്തിന് മുമ്പിൽ നിങ്ങൾ മാതാപിതാക്കളായിട്ടായിരിക്കുന്നുവെങ്കിൽ നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഒരു ദൂതേ ഉള്ളൂ, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ആമേൻ, ഹല്ലേലൂയ. ഈ ദൂത് പറഞ്ഞിട്ട് കൽദയരുടെ ദേശമായ ഊരിൽ നിന്ന് ഒരുത്തനെ ദൈവം പൊക്കിക്കൊണ്ടുവന്ന് നമ്മുടെ വിശ്വാസികളുടെ പിതാവാക്കി നിർത്തിയത് മറ്റൊരു ദൂതില്ല. നിന്റെ തലമുറയെ എൻ്റെ ദൈവം അനുഗ്രഹിക്കും, നിന്റെ തലമുറയെ എൻ്റെ ദൈവം അനുഗ്രഹിക്കും. മാതാവേ, പിതാവേ, നീ തളർന്നിരുന്നാലും, നീ തകർന്നിരുന്നാലും, നിന്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയിരുന്നാലും അവന്റെ അവസ്ഥയും ഓർത്ത് നീ ഭാരപ്പെടേണ്ട. നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും, നിന്റെ തലമുറയെ അവൻ വർദ്ധിപ്പിക്കും. നിന്റെ തലമുറയ്ക്ക് ദൈവം ചിലത് ശാശ്വത അവകാശമാക്കി കൊടുക്കും. ഹല്ലേലൂയ. അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ടല്ല, സാറയെ ഡോക്ടറെ കാണിച്ചിട്ടല്ല ദൈവം പറഞ്ഞത്. സാറയിൽ നിന്നും അബ്രഹാമിൽ നിന്നും എന്തുത്ഭവിച്ചു വരുമെന്ന് അറിഞ്ഞിട്ടല്ല ദൈവം പറഞ്ഞത്. ദൈവത്തിനറിയാം, ദർശനം കൊടുത്ത ദൈവത്തിനറിയാം അത് നിവർത്തിക്കുവാൻ. നീ ചിന്തിക്കും, അയ്യോ, ഈ എൻ്റെ തലമുറ എങ്ങനെ രക്ഷപ്പെടും, എൻ്റെ മകൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി ഉണ്ടാകും, എൻ്റെ മകൻ എങ്ങനെ ആ രാജ്യത്ത് കടന്നു പോകും, അവിടെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒത്തിരി സമ്പാദിക്കുവാൻ കഴിയുന്ന ആ ജോലി എനിക്ക് എങ്ങനെ കിട്ടും, ആ രാജ്യത്ത് എത്തിയിട്ട് സങ്കടമതാ, ഈ സർട്ടിഫിക്കറ്റും വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ
പിന്നെ ഇവരുമായിട്ട് മത്സരിക്കും. അയ്യോ, ഇവരൊക്കെ വലിയ ആൾക്കാരാണല്ലോ, അവരെ സപ്പോർട്ട് ചെയ്യുവാൻ ആളുണ്ട്, അവർക്കൊപ്പം നിൽക്കുവാൻ ആരുണ്ട്, അവരെ ചേർത്ത് പിടിക്കുവാൻ ആരുണ്ട്. ആർക്കൊക്കെ ഉണ്ടെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ സർട്ടിഫിക്കറ്റിന്റെ വലിപ്പമോ നിന്റെ യോഗ്യതയോ നോക്കി ദർശനത്തെ തരാമെന്നല്ല എൻ്റെ ദൈവം പറഞ്ഞത്. ദർശനം തന്ന ദൈവത്തിന് അത് നിന്റെ ജീവിതത്തിൽ നിവർത്തിച്ചു തരുവാൻ കഴിവുണ്ട്. നിന്റെ സാഹചര്യം നോക്കണ്ട, കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ വലിപ്പം നോക്കണ്ട, നിന്റെ ക്വാളിഫിക്കേഷൻ നോക്കണ്ട, നിന്റെ പാരമ്പര്യം നോക്കണ്ട, നീ ഇന്നായിരിക്കുന്ന അവസ്ഥ നോക്കണ്ട. ദൈവം നിന്നോടൊരു ദർശനം പറഞ്ഞിട്ട് തിരിച്ചറിയുന്നവർക്കായി നീ കേട്ട ദർശനം അത് ദൈവത്തിൽ നിന്നുള്ളതെങ്കിൽ ഇന്ന് പകലിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ കേട്ട ദർശനം അത് ദൈവത്തിൽ നിന്നുള്ളതെങ്കിൽ കാരാഗ്രഹത്തിന് അതിനെ തടയുവാൻ കഴിയത്തില്ല. ഓ സ്തോത്രം, കാരാഗ്രഹത്തിന് അതിനെ തടയുവാൻ കഴിയത്തില്ല. നിന്റെ കൈമേൽ വച്ചിരിക്കുന്ന ആമത്തിന് അതിനെ തടയുവാൻ കഴിയത്തില്ല. കാലിൽ കെട്ടിപ്പൊട്ടിയിരിക്കുന്ന ചങ്ങലയ്ക്ക് അതിനെ തടയുവാൻ കഴിയത്തില്ല. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിന്റെ ഉറപ്പിന് അതിനെ തടയുവാൻ കഴിയത്തില്ല. ദർശനമുള്ളവൻ പാടിയാൽ, ദർശനമുള്ളവൻ ആരാധിച്ചാൽ, ദർശനമുള്ളവൻ ദൈവം ദർശനമുള്ളവൻ ആരാധിച്ചാൽ, ദർശനമുള്ളവൻ പാടിയാൽ, ദർശനമുള്ളവൻ ദൈവത്തെ സ്തുതിച്ചാൽ 2000 വർഷങ്ങൾക്ക് മുമ്പല്ല ഇന്നും കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇന്ന് കാരാഗ്രഹങ്ങളുടെ അടിസ്ഥാനമുളകും. ദർശനമുള്ള പൗലോസിനെയും ശീലാസിനെയും ബന്ധിച്ചൊതുക്കുവാൻ ആ ചങ്ങലകൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ആ ആമത്തിന് കഴിഞ്ഞില്ലെങ്കിൽ, ആ കാരാഗ്രഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ, ദർശനമുള്ള സഭയെ, ദർശനമുള്ള പ്രിയരെ, നിങ്ങളെ ആ മുറിക്കകത്ത് ഒതുക്കി കൊട്ടുവാൻ, നിങ്ങളെ ആ ദേശത്തിന്റെ ഒരു കോണിൽ ഒതുക്കി കൊട്ടുവാൻ, ആരും കാണാതെ ആരും അറിയാതെ അവിടെ ബന്ധിച്ചൊതുക്കുവാൻ, നിങ്ങളുടെ തലമുറകളെ ദേശത്തിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയുവാൻ ഒരു പിശാചിനും കഴിയത്തേയില്ല. Hallelujah. Hallelujah. Amen. Hallelujah. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ കഴിവല്ല. ആമേൻ. ദർശനം തന്ന ദൈവത്തിന് മിടുക്കുണ്ട്. ദർശനം തന്ന ദൈവത്തിന് മിടുക്കുണ്ട്. ദർശനം തന്ന ദൈവത്തിന് മിടുക്കുണ്ട്. ഈ ചിന്ത എപ്പോഴും വേണം. ആമേൻ. ദർശനം ദൈവം തന്നത് നിങ്ങൾ രാവിലെ മമ്മട്ടിയും എടുത്തുകൊണ്ട് പോയി കുഴി കുഴിച്ച് നട്ട് വളർത്തി എടുക്കാനല്ല, എൻ്റെ ദൈവത്തിന് തരുവാൻ കഴിയും എന്ന് വച്ചിട്ടാണ്. ആമേൻ. അതുകൊണ്ടാണ് ഒരുത്തൻ സ്വപ്നത്തിലൊരു ദർശനം കണ്ടു. സ്വപ്നത്തിലൊരു ദർശനവും കണ്ടിട്ട് അവൻ, സ്തോത്രം, ആടുകളെയും മാറ്റിവിട്ടിട്ട് അവൻ പോയി കോളേജിൽ പഠിച്ച് മിസ്രൈമിലെ പ്രധാനമന്ത്രി ആവാനുള്ള സർട്ടിഫിക്കറ്റ് നേടിയൊന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ആമേൻ. മിസ്രൈമിൽ ഒരു പക്ഷേ ഒരു പ്രധാനമന്ത്രിയെ വാഴിക്കുവാൻ പല പ്രൊസീജിയറും കാണും. ആമേൻ. പല നടപടിക്രമങ്ങളും കാണും. അവിടെ വംശത്തിന് പ്രാധാന്യമുണ്ട്, അവിടെ പാരമ്പര്യത്തിന് പ്രാധാന്യമുണ്ട്. മിസ്രൈമിൽ അന്ന് നല്ല വിദ്യാഭ്യാസമുണ്ട്, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ ദൈവത്തിന് ദർശനം നിവർത്തിക്കുവാൻ അടിമക്കളത്തിൽ കിടക്കുന്നവൻ മതി, പൊട്ടക്കുഴിയിലുള്ളവൻ മതി, കാരാഗ്രഹത്തിലുള്ളവൻ മതി, ഫറവോന്റെ അടിമത്തത്തിൽ കിടക്കുന്നവൻ മതി. എൻ്റെ ദൈവത്തിന് നിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, എൻ്റെ ദൈവത്തിന് നിന്റെ തൊലിവെലിപ്പ് ആവശ്യമില്ല, എൻ്റെ ദൈവത്തിന് നിന്റെ വംശ പാരമ്പര്യം. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിൻ നാമത്തിൽ ഈ 21 ദിവസം ചില ദർശനങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ പോകുക. വേഗത്തിൽ പ്രാർത്ഥനയോടൊപ്പം വന്നാട്ടെ. അപ്പോൾ എങ്ങനെ ആ ദർശനം നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തുള്ളൂ. ഒന്ന്, ദൈവവുമായി വ്യക്തിപരമായ ആഴമേറിയൊരു ബന്ധം സ്ഥാപിക്കണം. ശ്രദ്ധിക്കണമേ, ദർശനമുണ്ടെന്ന് പറഞ്ഞ് കോഴിക്കോട്ടിനകത്ത് കയറി ഇരിക്കരുത്. ദർശനമുള്ളവന് ദൈവവുമായി വ്യക്തിപരമായ ആഴമേറിയൊരു ബന്ധം. ഒരിക്കൽ കൂടി പറയട്ടെ, ദൈവവുമായി വ്യക്തിപരമായ ആഴമേറിയൊരു ബന്ധം വേണം. ദർശനമുള്ളവന് ദൈവവുമായി വ്യക്തിപരമായി ആഴമേറിയ ഒരു ബന്ധം ആവശ്യമാണ്. ശ്രദ്ധിച്ചേ, സ്തോത്രം, 12 പേരെ സ്തോത്രം ദർശനത്തിലേക്ക് മോശ അയക്കുകയാണ്. ദർശനം ഉറ്റുനോക്കേണ്ടതിനായി, അഥവാ വാഗ്ദത്തം ഉറ്റുനോക്കേണ്ടതിനായി. അതിൽ 2 പേരുടെ പ്രത്യേകത വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 4 വാക്യങ്ങൾ വേഗത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കിയാൽ മതി. 13, 14 അധ്യായങ്ങൾ സംഖ്യാപുസ്തകം. അതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചേ. ആമേൻ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാറെ നൂന്റെ മകനായി ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്നു യോശുവ. യോശുവയുടെ പ്രത്യേകത എന്താണ്? ആഴമേറിയ വ്യക്തിപരമായ ദൈവവുമായുള്ള ബന്ധത്തിന് അടിസ്ഥാനമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നൂന്റെ മകനായ യോശുവ, സ്തോത്രം, ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്നു. 2 സംഖ്യാപുസ്തകം തന്നെ 14:24 പറയുന്നു, എൻ്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ട് എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ട്. ആമേൻ. ശ്രദ്ധിക്കുക,
ശ്രദ്ധിക്കണമേ, കാലേബിന് വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണ് വേറൊരു സ്വഭാവം? ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്ന സ്വഭാവം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കുള്ള സ്വഭാവം പോരാ. ആമേൻ. നമുക്ക് നല്ല സ്വഭാവമുണ്ട്. ആമേൻ. ലോകത്തെ അനുസരിക്കുന്ന, ലോകത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വെമ്പൽ കൊള്ളുന്ന നമ്മൾ മത്സരിക്കുകയാണ്. പലപ്പോഴും നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മത്സരിക്കുകയാണ് ലോകത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി. ആ സ്വഭാവമല്ല വ്യക്തിപരമായി ആഴമേറിയ ദൈവമായ ഒരു ബന്ധത്തിനാവശ്യം. പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കുന്ന ഒരു സ്വഭാവം, അത് വേറൊരു സ്വഭാവമാണ്. പിന്നെയും സ്തോത്രം ആവർത്തന പുസ്തകം 1:36 പറയുന്നു, കാലേബ് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നു. യോശുവയുടെ പുസ്തകം 24:15 യോശുവ പറയുന്നു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ 4 വാക്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. നോക്കിയേ, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദർശനങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തുള്ളൂ. ഒരിക്കൽ കൂടി പറയട്ടെ, ദൈവത്തിൽ നിന്ന് നിങ്ങൾ കേട്ട ദർശനങ്ങൾ, അത് ഏത് അവസ്ഥയിൽ നിങ്ങൾ കേട്ടായാലും, ഏത് സാഹചര്യത്തിൽ നിങ്ങൾ കണ്ടതായിരുന്നാലും, ദൈവത്തിൽ നിന്ന് അത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രാപിച്ചെടുക്കുവാൻ ദൈവവുമായി ചേർന്ന് നിന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം ആ ദർശനം നിവർത്തിക്കുന്നത് നമ്മുടെ അപ്പൻ്റെയോ അമ്മയുടെയോ ബാങ്ക് ബാലൻസ് കൊണ്ടല്ല, നമ്മുടെ കഴിവോ ആസ്തി ബാധ്യതകളോ കൊണ്ടല്ല, ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. പലർക്കും ഇവിടെയാണ് തെറ്റിപ്പോകുന്നത്. ശ്രദ്ധിക്കണമേ, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക. ആ 4 വാക്യങ്ങളിൽ മനോഹരമായി അതവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. ഒന്നാമതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താ? മോശയോട് യോശുവ പറ്റിച്ചേർന്ന് നിന്നു. മോശയോട് യോശുവ പറ്റിച്ചേർന്ന് നിന്നു. ഒന്നാമതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവവുമായുള്ള, ശ്രദ്ധിക്കുക, ദർശനം പ്രാപിച്ചെടുക്കുവാൻ ദൈവവുമായി ആഴമേറിയ വ്യക്തിപരമായ ബന്ധം ആവശ്യം. ആ ബന്ധത്തെ ബൈബിൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: മോശയോട് യോശുവ പറ്റിച്ചേർന്ന് നിന്നു. മോശയുടെ ശുശ്രൂഷകനായി യോശുവ നിന്നു. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഇവിടെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ആമേൻ. ഒരു മാനുഷികമായൊരു ബന്ധമാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. ആമേൻ. ഇപ്പോൾ സ്തോത്രം, മോശയുടെ സ്ഥാനത്ത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്ന ഒരു അപേക്ഷിതനായ ഒരു ശുശ്രൂഷകനാണെങ്കിൽ വിശ്വാസി ചിന്തിക്കും, ആ ദൈവഭക്തനുമായിട്ട്, ആ ശുശ്രൂഷകനുമായിട്ട് ഒരു വ്യക്തി ബന്ധം. ആമേൻ. സ്തോത്രം. ഒരു മാനുഷികമായ ബന്ധം ഒരിക്കലുമല്ല. യോശുവയ്ക്ക് മോശയോടുണ്ടായിരുന്നത് മാനുഷികമായ ബന്ധമല്ല. മാനുഷികമായ ബന്ധത്തിനൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദർശന പ്രാപ്തിക്ക് വലിയ പ്രാധാന്യമില്ല. മോശയോട് യോശുവയ്ക്കുണ്ടായിരുന്ന ബന്ധം, യോശുവ നോക്കുമ്പോൾ ഒരു പ്രത്യേകത മോശയിൽ കാണുക. എന്താണ്? ഈ ജനം മുഴുവനും കേൾക്കാത്തത് മോശ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു. അപ്പോൾ മോശ ഇറങ്ങി വരുമ്പോൾ മോശയെ എതിരേൽക്കുവാനും കൂടെ നിൽക്കുന്നതും ആരാ? ആമേൻ, യോശുവ. നിങ്ങൾ ശ്രദ്ധിക്കണമേ, മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. ആർക്കും കയറി പോകാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആർക്കും കയറി പോകുവാൻ അനുവാദമില്ലാത്ത സ്ഥാനത്തേക്ക് അർദ്ധരാത്രികളെ പകലുകളാക്കി പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത അടച്ച് പ്രാർത്ഥിച്ച് ചിലത് പ്രാപിച്ച് ഒരു അഭിഷിക്തൻ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അതുപോലെ തന്നെ മോശ കടന്നു പോകുന്നു. ഈ ലോകത്തിൽ മാറ്റിവെക്കേണ്ടതെല്ലാം മാറ്റിവെച്ച് സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാറ്റിവെച്ച് തീ പെയ്തിറങ്ങുന്ന പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വെന്തുപോകുമോ പേടി കാണും മനുഷ്യനാണ്. തീ വീഴുമ്പോൾ, അതേ മണികിലുക്കം കേൾക്കുമ്പോൾ, മഹാകാകള ശബ്ദം കേൾക്കുമ്പോൾ അതുവരെ ഒരു ചിന്തയുണ്ട്: ദൈവത്തെ കണ്ടവനാരും ജീവിച്ചിരുന്നിട്ടില്ല. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ഈ ചിന്തകളൊക്കെ വച്ചുകൊണ്ടാണ് മോശ കയറി പോകുന്നത്. മോശ കയറിപ്പോയി പ്രാപിച്ചു വരുമ്പോൾ യോശുവ താഴെ നിൽക്കുക. ലക്ഷ്യം എന്താണ്? ആദ്യം കേൾക്കണം. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യം കേൾക്കണം, ആദ്യം കേൾക്കണം. ഈ ആദ്യം കേൾക്കലിന്റെ പ്രത്യേകത എന്താ? ആമേൻ. ആദ്യം കേൾക്കുന്നതായിരിക്കും ഏറ്റവും സത്യസന്ധമായിട്ടുള്ള വിവരണം. രണ്ടാമതാവുമ്പോൾ വിവരണത്തിൻ്റെ രീതി മാറും. അഞ്ചാമതാവുമ്പോൾ, ആറാമത് മാറുമ്പോൾ, ഇപ്പോൾ TV ചാനൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആദ്യത്തെ തവണ ആയിരുന്നു സത്യസന്ധമായത്, പിന്നെ അഡീഷണലായിട്ട് കയറി വരുന്നുണ്ട്. ആമേൻ. അതുപോലെയാണ് പിന്നീട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കയറി വരും. പക്ഷേ നൂൻ്റെ മകനായ യോശുവയ്ക്ക് അങ്ങനെ കയറി വരുന്നതൊന്നും വേണ്ട. ദൈവം പറഞ്ഞത് അതുപോലെ കേൾക്കണം. ആമേൻ. സ്തോത്രം. വ്യക്തിബന്ധമല്ല. ഓ സ്തോത്രം. അഭിഷിക്തനുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം. അഭിഷിക്തനെ ശുശ്രൂഷിക്കുന്നവനായി സ്തോത്രം ചേർന്ന് നിന്നു. ഇവിടെ സ്തോത്രം ശ്രദ്ധിക്കണമേ, ഈ ബന്ധത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അടുത്തതായി പറയുന്നു, കാലേബ് വേറിട്ടൊരു സ്വഭാവമുള്ളവനായിരുന്നു. വേറിട്ട സ്വഭാവം എന്താ? പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കുന്നവൻ. ഒന്നാമതായിട്ട് മോശ, സ്തോത്രം, യോശുവ മോശയുടെ ശുശ്രൂഷകനായിരുന്നു. നല്ലൊരു ശുശ്രൂഷ പങ്കാളിയായിരുന്നു. നല്ലൊരു സഹശുശ്രൂഷകനായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു അഭിഷിക്തനായിരുന്നു. അവിടെ നിൽക്കട്ടെ. രണ്ടാമത് വേറിട്ട സ്വഭാവം കാലേബിനുണ്ട്. വേറിട്ട സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താ? അവൻ ദൈവത്തിന്റെ വാക്കുകളെ പൂർണ്ണമായി അനുസരിക്കുന്നവനായിരുന്നു. ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കണമേ. നോക്കൂ, മോശ
യോശുവ, കാലേബ് 3 പേർ മാറി നിൽക്കുമ്പോൾ ബാക്കി 30 ലക്ഷത്തിൽ എത്ര പേരുണ്ട്? ആമേൻ. കണക്ക് കൂട്ടി നിങ്ങൾ തല പുകയ്ക്കേണ്ട, അത് 30 ലക്ഷം കണക്കാക്കിയോ. കഴിഞ്ഞ രാത്രിയിൽ 3 പിള്ളേർ കൂടെ അവിടെ ജനിച്ചു എന്ന് ചിന്തിച്ചാൽ മതി. 30 ലക്ഷം മുമ്പിലുണ്ട്. ഈ 30 ലക്ഷത്തിൽ ഒരു നിമിഷം ശ്രദ്ധിച്ചേ, ഈ 30 ലക്ഷത്തിൽ ശ്രേഷ്ഠന്മാരാണ് മോശ കഴിഞ്ഞാൽ യോശുവയും കാലേബും. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ആമേൻ. വീണ്ടും പറഞ്ഞു തരാം. പാളയത്തിൽ ഇങ്ങനെ തിങ്ങി വിങ്ങി കിടക്കുന്ന 30 ലക്ഷത്തിൽ ശ്രേഷ്ഠന്മാരാണ് മോശ കഴിഞ്ഞാൽ യോശുവയും കാലേബും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. മോശ ദൈവത്താൽ ഈ ജനത്തെ നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ആ മോശയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ യോശുവ, മോശയ്ക്കൊപ്പം നിൽക്കുന്നവൻ, യുദ്ധം ചെയ്യുന്നവൻ കാലേബ്. അപ്പോൾ ഈ ജനത്തെക്കാൾ ശ്രേഷ്ഠരാണ് യോശുവയും കാലേബും. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ആമേൻ. നമുക്ക് എന്തുകൊണ്ടാണ് പലപ്പോഴും വചനം അനുസരിക്കുവാനോ വചനം കേൾക്കുവാനോ അതിനൊത്തവണ്ണം ജീവിക്കുവാനോ കഴിയാത്തത്? നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഇവനെ പോലെ ഒന്നുമല്ല, ഞങ്ങൾക്ക് 35 വർഷത്തെ പാരമ്പര്യമുണ്ട്, ഞങ്ങൾ പണ്ട് അന്ന് ഇറങ്ങിയതാണ്, ഞങ്ങളിതെത്ര കണ്ടിരിക്കുന്നു, ഞങ്ങളിതെത്ര കേട്ടിരിക്കുന്നു, ഞങ്ങൾക്കൊത്തിരി വചനമൊക്കെ അറിയാം, അതുകൊണ്ട് ബാക്കിയുള്ളവന്മാരനുസരിച്ചോട്ടെ, ഞങ്ങൾ ഇവരെക്കാൾ ശ്രേഷ്ഠരാണ്, ഞങ്ങൾക്കിതിൻ്റെ ആവശ്യമില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ ഏറ്റവും കൂടുതൽ അനുസരിക്കണം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുറത്ത് നിൽക്കുന്നവൻ അനുസരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അവൻ പുറത്ത് അങ്ങ് ദൂരെ, അവൻ ഇവിടെ നിന്ന് കത്തി പോകുമ്പോൾ അവൻ അവിടെ കിടന്ന് നിലവിളിച്ച് രക്ഷപ്പെട്ടോളും. പക്ഷെ തീ വീണത് എവിടെയാ? ഓ, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എവിടെ നിന്നാ തുടങ്ങുന്നത്? അകത്തുനിന്നാ തുടങ്ങുന്നത്. കത്തൽ തുടങ്ങുന്നത് അകത്തുനിന്ന്. ആമേൻ. അടുത്ത് നിൽക്കുന്ന നീ അധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന നീ അധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വർഷങ്ങളുടെ പാരമ്പര്യം പറയുന്ന നീ, വർഷങ്ങളുടെ പ്രാർത്ഥനയുടെ അനുഭവം പറയുന്ന നീ, വർഷങ്ങളുടെ ഉപവാസത്തെ കുറിച്ച് പറയുന്ന നീ അധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആമേൻ, ദൈവത്തെ കൂടുതൽ അറിയാവുന്നതുള്ളത് അല്ലെങ്കിൽ കൂടുതൽ ശ്രേഷ്ഠത ഉള്ളതുകൊണ്ട് അവൻ കൂടുതലായി അനുസരിക്കുവാൻ തയ്യാറാകുന്നു. ഈ കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ആമേൻ. മറ്റുള്ളവരെക്കാൾ നമ്മൾ ബെറ്റർ ആണെങ്കിൽ മറ്റുള്ളവരെക്കാൾ അധികം നമ്മൾ അനുസരണ ഉള്ളവരായിരിക്കണം. ആർക്ക്? മനുഷ്യർക്കല്ല, ദൈവത്തിൻ്റെ വചനത്തിന് നമ്മൾ അനുസരണ ഉള്ളവരായിരിക്കണം. ഒരു വെട്ടുവീഴ്ചയും ഉണ്ടാകരുത്. അപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഒന്നാമത്തെ കാര്യം എന്താണ്? മോശയുടെ ശുശ്രൂഷകനായിരുന്നു യോശുവ. രണ്ടാമത്തെ കാര്യം എന്താണ്? കാലേബ് വേറിട്ട സ്വഭാവമുള്ളവനായിരുന്നു. വേറിട്ട സ്വഭാവത്തിന്റെ പ്രത്യേകത, അവൻ പൂർണ്ണമായി അനുസരിക്കുന്നവനായിരുന്നു. ഈ 2 കാര്യങ്ങൾ ചേർന്നപ്പോൾ മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം ബൈബിൾ പറയുന്നു. ആമേൻ. സ്തോത്രം. ബൈബിൾ പറയുന്നു. സ്തോത്രം. ആമേൻ. പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അവർ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നു. ആമേൻ. മോശയ്ക്ക് ശുശ്രൂഷ ചെയ്തവൻ, അവൻ വേറിട്ട സ്വഭാവത്തോടെ ദൈവത്തെ അനുസരിച്ചവൻ, അവരെ കുറിച്ച് പറയുന്നു അവർ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നു. ആമേൻ. ആരാണ് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നത്? വചനം അനുസരിക്കുന്നവരാണ് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നത്. പ്രസംഗിക്കുന്നവരല്ല, പാടുന്നവരല്ല, പ്രാർത്ഥിക്കുന്നവരല്ല. നീ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നു. ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന നിന്നെ തൊടുവാൻ ഒരു പന്ന പിശാചിനും കഴിയത്തേയില്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവൻ വിളിച്ചു പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കുന്നു. താങ്ക് യു ലോർഡ്. ആമേൻ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. 4ാമത്തേലേക്ക് ചാടിക്കയറി വരാൻ പറ്റത്തില്ല. 1, മോശയുടെ ശുശ്രൂഷക്കാരനായിരിക്കുന്നു. 2, പൂർണ്ണമായി ദൈവവചനം അനുസരിക്കുന്നു. 3, അങ്ങനെയുള്ളവർ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നു. അങ്ങനെയുള്ളവർക്കാണ് കുടുംബമായി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയുന്നത്. ആമേൻ. വ്യക്തിപരമായി നമുക്ക് ദൈവവുമായി ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ കുടുംബമായി നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഈ കുടുംബമായി ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി എന്നെ കേൾക്കുന്ന ഇതിനകത്തും പുറത്തും യുദ്ധം ചെയ്യുന്നവരാണ് നമ്മൾ എല്ലാവരും. ബൈബിളിൽ വാക്യമുണ്ടല്ലോ, നമുക്ക് യുദ്ധസേവയുണ്ട്. യുദ്ധം ചെയ്യുന്ന നിങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ യുദ്ധം ചെയ്യുന്ന സ്ഥലം മാറിപ്പോയി. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് യുദ്ധസേവയുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പോരാട്ടമുണ്ട്. അത് ജഡരക്തങ്ങളോടല്ല, അത് വാഴ്ചകളോടും അധികാരങ്ങളോടും ലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. പോരാടി വെറുതെ നാക്കിലെ വെള്ളം കളയേണ്ട. ആമേൻ. നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഭർത്താവിനെ, ഭാര്യയെ, മക്കളെ, കൂടെ ഉള്ളവരെ, നാട്ടുകാരെ, അവരെ ഒക്കെ നമുക്ക് ചേർത്ത് നിർത്തി കുടുംബമായി ദൈവത്തെ ആരാധിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം. ആ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കുമെങ്കിൽ ബൈബിൾ എന്ത് പറയുന്നു എന്ന് നോക്കാം. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പുതിയൊരു വഴി പുതിയ നിയമത്തിൽ ലേഖനകർത്താവായ പത്രോസ് വെട്ടി തുറന്നിടുകയാണ്. ആമേൻ. സ്തോത്രം. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടി നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭാര്യയും ഭർത്താവും, ആ വിഷയം അങ്ങ് വിടാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിർമ്മലമായ നടപ്പ്. ശ്രദ്ധിക്കണമേ.
എന്താണ് ഒരു കുടുംബത്തെ വിശ്വാസത്തിൽ നിർത്തുന്ന നിർമ്മലമായ നടപ്പ്? ശ്രദ്ധിച്ചാട്ടെ, എന്താണ് നിങ്ങളുടെ പങ്കാളിയെ, എന്താണ് നിങ്ങളുടെ മക്കളെ, എന്താണ് നിങ്ങളുടെ മാതാപിതാക്കളെ, എന്താണ് നിങ്ങളുടെ സഹോദരങ്ങളെ, എന്താണ് നിങ്ങളുടെ കൂട്ടുവിശ്വാസികളെ, സ്തോത്രം, കൂടെ ജോലി ചെയ്യുന്നവരെ, എന്താണ് സ്തോത്രം, എന്ത് പ്രവൃത്തിയാണ് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ പ്രാപ്തരാക്കി തീർക്കുന്നത്? നിർമ്മലമായ നടപ്പ്. നിർമ്മലമായ നടപ്പ് അത് മൂലഭാഷയിൽ ഇവിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അനുകരണീയമായ പ്രവൃത്തി. ശ്രദ്ധിക്കണമേ, നിർമ്മലമായ നടത്തിപ്പിന്റെ മൂലഭാഷ അർത്ഥം ഇതാണ്, അനുകരണീയമായ പ്രവൃത്തി എന്ന് വെച്ചാൽ ഒരു വിശ്വാസിയുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് അനുകരിക്കുവാൻ തോന്നുന്നതായിരിക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് കുടുംബമായി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. സ്തുതിക്കുന്നു, ഹല്ലേലൂയ. നിങ്ങൾ സ്തുതിച്ചില്ലെങ്കിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. ആമേൻ. അനുകരണീയമായ പ്രവൃത്തി കൊണ്ട് മാത്രമേ നമുക്കൊപ്പമുള്ളവർ നമ്മോടൊപ്പം ചേർന്ന് വരത്തുള്ളൂ. നമ്മുടെ വാക്ക് അനുകരണീയമാണോ? നമ്മുടെ സംസാരം അനുകരണീയമാണോ? നമ്മുടെ ചിന്ത അനുകരണീയമാണോ? നമ്മുടെ ഇടപെടലുകൾ അനുകരണീയമാണോ? നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ആ ഒരു ലോയൽറ്റി, ആ ഒരു സത്യസന്ധത, ആ ഒരു വിശ്വസ്തത, ഇതൊക്കെ അനുകരണീയമാണോ? അനുകരണീയമാണെങ്കിൽ അനുകരിക്കുക തന്നെ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. ആരും പറഞ്ഞിട്ടല്ലല്ലോ സ്തോത്രം മെസ്സിയും റൊണാൾഡോയും മുട്ടയടിക്കുന്നത് പോലെ നമ്മുടെ പിള്ളേർ മുട്ടയടിക്കുന്ന ഏതെങ്കിലും അപ്പനെങ്കിലും പിടിച്ചിട്ട് അല്ല, അനുകരണീയമാണെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ്. അങ്ങനെ അനുകരണീയമാണെന്ന് തോന്നുന്ന പ്രവൃത്തി ഉണ്ടെങ്കിൽ കുടുംബമായി ദൈവത്തെ യോശുവയെ പോലെ ആരാധിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ശ്രദ്ധിക്കണമേ, ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധമാണ്, ആഴത്തിലുള്ള വ്യക്തിബന്ധമാണ് ദർശനങ്ങളെ പ്രാപിച്ചെടുക്കുന്നവരാക്കി നമ്മെ മാറ്റുന്നത്. നമ്മൾ ഉപവാസ പ്രാർത്ഥന 30-ാം തീയതി അവസാനിപ്പിച്ചു. 30-ാം തീയതി അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമുണ്ടായി. വീഡിയോ കണ്ടവർക്ക് അറിയുവാൻ കഴിയും. ലൈവിൽ കാണുന്നവരെല്ലാം നമ്മുടെ ആ വീഡിയോ കണ്ടവരായിരിക്കും. ആമേൻ, സ്തോത്രം. സജിത എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഉള്ള ഒരു സഹോദരിയാണ്. കഴിഞ്ഞ 30 ദിവസത്തെ, അതായത് 2023 ജനുവരി മാസത്തെ 30 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന ഒരു സഹോദരിയാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ സഹോദരി തൻ്റെ സാക്ഷ്യം എഴുതിയിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ആ വീഡിയോയിൽ പങ്കുവച്ചിട്ടുമുണ്ട്. ആ സഹോദരി ഇങ്ങനെ വളരെ വിഷമത്തോടെ ആയിരിക്കുമ്പോൾ ആ ഒരു മെസ്സേജ് 30 ദിവസത്തെ മെസ്സേജിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ നമുക്ക് തന്ന ആലോചനയാണ്, താനെ കിളിർത്ത് വിളയുന്നത് ഭക്ഷിക്കുന്ന ആണ്ട്. ആ താനെ കിളിർത്തതാണ് ഇവിടെ ഇരിക്കുന്നത്. ആമേൻ. നമ്മളാരും കുഴിതട്ട് വെട്ടിവെച്ചതല്ല. ആമേൻ. താനെ കിളിർത്ത് വരും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൂത് അങ്ങനെയാണ്, അത് കിളിർത്ത് വന്നോളൂ, നമ്മളൊന്നും ചെയ്യേണ്ട. അപ്പോൾ ശ്രദ്ധിച്ചാട്ടെ. ആമേൻ. ആ സഹോദരിയോട് വചനത്തിൽ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ആ സഹോദരി വിശ്വസിച്ചു, അത് എനിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. നമ്മൾ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ആ സഹോദരി വിശ്വാസത്തോടെ ഏറ്റെടുത്തു, പ്രാർത്ഥിച്ചു. അതിനുശേഷം പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചു. തുടർന്ന് ശ്രദ്ധിക്കണം, 31 ദിവസത്തെ ഉപവാസം ഭയങ്കര സംഭവമാണ്. ജനുവരി മാസം മുഴുവൻ എല്ലാവരും തിന്ന് സൂചിച്ച് സന്തോഷമായിരിക്കുമ്പോൾ നമ്മൾ പട്ടിണി കിടക്കുന്നു. പട്ടിണിയല്ല, അതൊരു സന്തോഷമാണ്. ലോകത്തിന് അത് പട്ടിണിയായിരിക്കാം. കേൾക്കണമേ, അപ്പോൾ ആ സഹോദരി ചിന്തിച്ചതാണ്, എൻ്റെ അവസ്ഥ മാറും. ആ സഹോദരിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. നല്ലൊരു ജോലിയില്ല, കടമാണ്, ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിനകത്ത് നിന്ന് ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങൾ. സ്തോത്രം, ആമേൻ. ആ പ്രശ്നത്തിൽ ആ സഹോദരി ആയിരിക്കുമ്പോൾ 2-ാം തീയതിയുള്ള മെസ്സേജിനകത്താണ്, അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നിങ്ങളത് പ്രഭാതമന്നയിൽ സെർച്ച് ചെയ്ത് നോക്കുക. ശ്രദ്ധിക്കണമേ, ആ സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു. സ്തോത്രം. പ്രാർത്ഥനാ വിഷയം അറിയിച്ചത് പലർക്കും കിട്ടുന്നത് പോലെ കോൾ പോലും അറ്റൻഡ് ചെയ്തില്ല. വാട്സപ്പിലൂടെ മെസ്സേജാണ് അയച്ചത്. ഞാനും തിരികെ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു. ആ സഹോദരി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 31-ൽ നടന്നില്ല. അത് കഴിഞ്ഞ് 5 തോന്നുന്നു. 5-ൽ നടന്നില്ല, 7-ൽ നടന്നില്ല, പിന്നെ 21 വന്നു, അതിലും നടന്നില്ല, പിന്നെയും 10 ആയി, 7 ആയി, വീണ്ടും 31 വന്നു. വീണ്ടും അങ്ങനെ പോയി കഴിഞ്ഞ 30-ാം തീയതി സ്തോത്രം ആ സഹോദരി ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടി. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേട്ട നാൾ മുതൽ അവൾ ദൈവത്തോടൊപ്പം നടന്നു. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? അവൾക്ക് 35 വർഷത്തെ പാരമ്പര്യത്തിന്റെ വിഴുപ്പ് ഫാണ്ടമില്ല. നമുക്ക് ഫാണ്ടമുണ്ട്, തലമേൽ അതും കൊണ്ട് നടക്കുക. എനിക്ക് പാരമ്പര്യമുണ്ട്, ഞാൻ പണ്ട് അങ്ങനെ ജീവിച്ച അതൊരു ഹൈന്ദവ സഹോദരിയാ. അവൾക്ക് ഒരു പാരമ്പര്യവും ഇല്ല, അവൾക്ക് ഒരു വിഴുപ്പ് ഫാണ്ടവുമില്ല. ഒരേ ഒരു ഫാണ്ടം മാത്രം, എൻ്റെ യേശു എനിക്ക് മറുപടി തരും, എൻ്റെ ഈ അവസ്ഥ മാറും, എൻ്റെ കണ്ണുനീരിന് മറുപടി ഉണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഉപവസിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ആ ദർശനം അത് നിങ്ങളുടേതായി തീരുക തന്നെ ചെയ്യും. സങ്കീർത്തനം 25:9 അവിടെ വചനം വിവിധത്തിൽ പറയുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി ദൈവം പഠിപ്പിച്ചു കൊടുക്കുന്നു. ശ്രദ്ധിക്കണമേ, സൗമ്യതയുള്ളവർക്ക് ദൈവം തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. ദൈവം വഴി പഠിപ്പിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. ഞാൻ അവിടെ കൊണ്ട് നിർത്തത്തില്ല. അത് സങ്കീർത്തനക്കാരൻ്റെ കാലത്ത്, നമ്മൾ പുതിയ നിയമത്തിലെത്തിയല്ലോ. ഞാൻ പറയും, സൗമ്യതയുള്ളവർക്ക് അഥവാ ദൈവത്തോട് കൂടെ നടക്കുന്നവന് ദൈവം വഴി വെട്ടിക്കൊടുക്കും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിനക്ക് എൻ്റെ ദൈവം വഴി വെട്ടിത്തരും. നിന്റെ ദർശനത്തിലേക്ക് എത്തുവാൻ എൻ്റെ ദൈവം വഴി വെട്ടിത്തരും. മുൻപിൽ വഴിയിലെയോ സ്തോത്രം പ്രതീക്ഷിക്കുവാൻ തക്ക നല്ലത് കാണുവാൻ കഴിയുന്നില്ലയോ? കേൾക്ക്, എൻ്റെ ദൈവം നിനക്ക് വഴി വെട്ടിത്തരും. നീ ദർശനമുള്ളവനാണോ? നീ ദൈവത്തോട് കൂടെ നടക്കോ?
യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ദർശനത്തിലേക്ക് എത്തുവാൻ ആരും തെളിച്ചു തന്നില്ലെങ്കിലും ആരും കൈപിടിച്ച് നടത്തിയില്ലെങ്കിലും എൻ്റെ ദൈവം വഴി വെട്ടിത്തരും. എൻ്റെ ദൈവം വഴി, ഓ യെസ്, യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ ദൈവം വഴി വെട്ടിത്തരും. നിന്റെ ദർശനത്തിലേക്ക് എൻ്റെ ദൈവം വഴി വെട്ടി നിന്നെ കൊണ്ട് ചെന്ന്, ഓ റാധീഷാഖ. ആമേൻ, ആമേൻ, ആമേൻ. ശ്രദ്ധിച്ചാട്ടെ. രണ്ടാമതായി ഈ ദർശനം നിറവേറുവാൻ എന്ത് ചെയ്യണം? ദർശനത്തെ സ്വപ്നം കാണണം. ഇതൊരു വലിയ വിഷയമാണ്. വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകും. ശ്രദ്ധിച്ചിരിക്കുക. ദർശനത്തെ സ്വപ്നം കാണുക. മോശ പെടാപ്പാടുപെടുന്ന അതാണ്. അതിനാണ് ഈ കിടാപടിയന്മാരായ 12 പറഞ്ഞു വിട്ടത്. നോക്കിയ സംഖ്യാപുസ്തകം 13:23 അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ എസ്കോൽ താഴ്വരയോളം ചെന്നു. അവിടെ നിന്നൊരു മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്ത് ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ കൂടി ചുമന്നു. അവർ ഒരു മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുപോകുന്നു. ശ്രദ്ധിക്കണമേ, ദർശനത്തെ, സ്തോത്രം, ആമേൻ, ദർശനത്തിന്റെ സമൃദ്ധിയെ തിരിച്ചറിയുക, അതിനെ സ്വപ്നം കാണുക. ആമേൻ, സ്തോത്രം. നിങ്ങളോട് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ സമൃദ്ധി, അതിന്റെ വിശാലത, അതിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് സ്വപ്നം കാണുവാനായിട്ട് കഴിയണം. ആമേൻ. മോശ പറഞ്ഞു വിടുമ്പോൾ മോശയുടെ ഉള്ളിൽ ആഗ്രഹം എന്താ? എനിക്കിത് കാര്യം അറിയാം, ദൈവം തരുന്നത് ചില്ലറയൊന്നുമല്ല, പക്ഷെ ഇവന്മാരിത് പോയി കാണണം. എന്നിട്ട് 12 പ്രഭുക്കന്മാരെ പറഞ്ഞു വിട്ടത് എന്താ? 12 കൂലിക്കാരെ പറഞ്ഞു വിട്ടാൽ ഇവന്മാർ വന്ന് പറഞ്ഞാൽ മറ്റവന്മാർ വിശ്വസിക്കത്തില്ല. അയ്യേ, ഇവൻ എൻ്റെ വീട്ടിൽ ചായ അടിച്ചുകൊണ്ടിരിക്കുന്നവ ഇവൻ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. പ്രഭുക്കന്മാർ, 12 ഗോത്രത്തിലെ പ്രഭുക്കന്മാർ, വാക്കിന് വിലയുള്ളവർ, അവരെ പറഞ്ഞു വിടുകയാണ്. പോയി നോക്കടാ, അവിടെ കാച്ചു തൂങ്ങി കിടപ്പുണ്ട്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വാഗ്ദത്തം കണ്ണു തുറന്ന് കാണ്. എന്നെ കേൾക്കുന്ന സഭയെ കണ്ണു തുറന്ന് കാണ്. നിന്റെ ദർശനത്തെ കാണ്, അതിൻ്റെ സമൃദ്ധിയെ. ഓ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. നോക്കണമേ, അതെങ്ങനെയാ കൊണ്ടുവരുന്നത്? ഇവരെവിടെയാ പോകുന്നത്? ഈ സംഭവം അപ്പോൾ 7 രാജാക്കന്മാരുടെ കീഴിലാണ് വാഗ്ദത്ത ദേശം. അവിടെയാണ് മുന്തിരി കൊലകൊലയായി കാഴ്ച കിടക്കുന്നത്. അപ്പോൾ ഇവർ ഒറ്റുനോക്കുവാൻ പോകുക, പാത്തും പതുങ്ങിയും ഒക്കെ പോകുക. അപ്പോഴെങ്ങനെയായിരിക്കണം കൊണ്ടുവരാനുള്ളത്? 2 പാത്തിരുന്ന് പറിച്ചെടുത്ത്, ഓ സ്തോത്രം, പോക്കറ്റിലിട്ട് കാണാതെ കൊണ്ടുവന്ന് ഈ ജനമൊക്കെ നോക്കി നിൽക്കുമ്പോൾ യുവന്മാർ വരുന്നുണ്ട്. കയ്യിലും എല്ലാം ഉണ്ടാ ഇല്ല. അപ്പോഴിങ്ങനെ സർപ്രൈസ് അല്ല, ഇതാ കണ്ട അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ല. ആമേൻ, ഒളിച്ചു പോയവന്മാരാ ചുമന്നുകൊണ്ട് വരിക. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവന്മാർ ഒളിച്ചു കൊണ്ടുപോയതാ, പക്ഷേ ദൈവന്മാർ അനുഗ്രഹം ചുമപ്പിച്ചു. ഈ പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹം ചുമപ്പിക്കും. നിന്റെ ദർശനത്തിലേക്ക് നീ നോക്ക്, നീ ആ അനുഗ്രഹം ചുമക്കും. ഓ പ്രാധാന ശാഖാരത്തിനെ അത് അനുഗ്രഹം ചുമക്കുവാനുള്ളതാ. എൻ്റെ ദൈവം ദർശനമുള്ള നിന്നെ അനുഗ്രഹം ചുമക്കുന്നവനാക്കി മാറ്റും. ഓ റാധിയാരാധന ശാഖാരത്തിനെ അനുഗ്രഹം ചുമക്കുന്നവനാക്കി, അനുഗ്രഹം ചുമക്കൂ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഈ അനുഗ്രഹമൊക്കെ ചുമക്കുന്ന കാര്യം പറയുമ്പോൾ ഇതൊരു വേറെ തലമാണ് കേട്ടോ. ആമേൻ, സ്തോത്രം. ഇത് നമുക്ക് ആഗ്രഹിക്കാനൊക്കെ പറ്റും, പക്ഷേ ഇതിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഭയമായിരിക്കും. ആമേൻ, ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഭയപ്പെടുന്നത് എന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ, ഒരു നന്മ ഉണ്ടാകുമ്പോൾ, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന്, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടുവാൻ യോഗ്യത ഉള്ളവരെന്ന ഒരു വലിയ വിഭാഗത്തെ നമ്മുടെ മുമ്പിൽ കാണും. നമ്മുടെ ചിന്ത എന്താ? ഇവർ മാത്രമേ അനുഗ്രഹിക്കപ്പെടാൻ പാടുള്ളൂ, ഇവരുടെ മക്കൾ മാത്രമേ വിദേശത്തെത്താൻ പാടുള്ളൂ, ഇവർക്ക് മാത്രമേ വലിയ വീടുണ്ടാകാൻ പാടുള്ളൂ, ഇവരുടെ വീട്ടിൽ മാത്രമേ വാഹനം ഉണ്ടാകാൻ പാടുള്ളൂ, ഇവർക്ക് മാത്രമേ വസ്തുവകകൾ ഉണ്ടാകാൻ പാടുള്ളൂ, ഇവർക്ക് മാത്രമേ ആരോഗ്യം ഉണ്ടാകാൻ പാടുള്ളൂ, ഇവർക്ക് മാത്രമേ നന്മ ഉണ്ടാകാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു ചിന്ത പിശാച് നമ്മുടെ ഉള്ളിൽ കെട്ടിവെച്ചിരിക്കും. അതുകൊണ്ട് തന്നെ അനുഗ്രഹമായിട്ട് പുറത്തിറങ്ങാൻ നമുക്ക് മടിയാ. ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു ചമ്മല, അയ്യേ സ്തോത്രം, ആമേൻ, അയ്യേ എന്നുള്ളൊരു ചമ്മല. എങ്ങനെ ഞാൻ ഇവരൊക്കെ വലിയവരാണ്, അവരെക്കാളും കർത്താവ് തന്നാലും നമുക്ക് പോയി നിൽക്കാൻ ചമ്മലുണ്ടെങ്കിൽ, നാണമുണ്ടെങ്കിലും നാണക്കേട് മാറ്റി മറച്ചു വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ചുമക്കുന്ന, ഓ ആരാധന. ദർശനമുള്ള നീ അനുഗ്രഹം ചുമക്കും, ദർശനമുള്ള നീ അനുഗ്രഹം ചുമക്കും. ദർശനമുള്ള നിന്നെ എൻ്റെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കും, നിന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും, അവരുടെ ഭാവിയെ ദൈവം അനുഗ്രഹിക്കും, അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും, അവരുടെ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കും, അവരുടെ ആത്മീയ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും, അവരുടെ ആരോഗ്യത്തെ ദൈവം യേശുവിൻ നാമത്തിൽ. ദർശനമുള്ളവനെ ദൈവം, അവനുള്ളതൊന്നും മറച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. അവനുള്ളത് ആ മുന്തിരിങ്ങ പറിച്ചെടുത്ത് 2 പോക്കറ്റിലിട്ടുകൊണ്ട് വരുന്നത് പോലെ അങ്ങനെ കൊണ്ടുവരുവാൻ കഴിയുന്നില്ല. തീർന്നില്ല. ശ്രദ്ധിക്കണമേ, സംഖ്യാപുസ്തകം തന്നെ 13:27 പറയുന്നു, നീ ഞങ്ങൾ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി, അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. ശ്രദ്ധിക്കണമേ, 2 കാര്യങ്ങൾ. ഒന്ന്, ദർശനം എന്താണ്? പാലും തേനും ഒഴുകുന്നതാണ്. ദർശനം കട്ടൻ ചായയല്ല, പാലും തേനും ഒഴുകുന്നതാണ്. ദർശനം കട്ടൻ ചായയല്ല. ആമേൻ. ജീവിക്കുന്നതും കഷ്ടതയിലാണ്,
ദർശനവും കഷ്ടതയിലും. ഉപ്പുമില്ല, മുളകുമില്ല, കറണ്ടും ഇല്ലാതെ പീസും ഉരുക്കൊണ്ട് പോയി മെഴുകുതിരിയും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ദർശനത്തിൽ. ആമേൻ. ജീവിക്കുന്നതേ ദാരിദ്ര്യത്തില്ല, ദർശനത്തിലെങ്കിലും ഒന്ന് റിച്ചായിട്ട് ജീവിക്കുന്നേ. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ ദർശനം തരുന്ന ദൈവത്തിൻ്റെ വില കളയാതെ, ആമേൻ, ഏറ്റവും നല്ലതാ ദൈവം തരുന്നതെന്ന് ചിന്തിക്ക്. ദൈവം തരുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളതാണെന്ന് ചിന്തിക്ക്. ദർശനത്തിലെങ്കിലും ദാരിദ്ര്യം കള. ആമേൻ. ദർശനം പാലും തേനും ഒഴുകുന്നത്. സംഖ്യാപുസ്തകം 14:7 പറയുന്നു, ഞങ്ങൾ ഉറ്റുനോക്കി ദേശം എത്രയും നല്ല ദേശമാകുന്നു. ആമേൻ. എത്രയും നല്ലത്. ഓ സ്തോത്രം. എത്രത്തോളം നല്ലത് ചോദിച്ചേ. അവർ പറയും, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ലത്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ദർശനം നീ ഇതുവരെ കണ്ടിട്ടുള്ളതല്ല, നീ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ലത് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരും. ആമേൻ. ദർശനം നീ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ലത്, ദർശനം നീ അനുഭവിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ലത്, ദർശനം നീ അറിഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും നല്ലത്, ദർശനമുള്ള സഭയെ ഏറ്റവും നല്ലത് നൽകി ദൈവം നിങ്ങളെ മാനിക്കും. ദൈവത്തിന് നിങ്ങളിൽ തരുവാൻ ഏറ്റവും നല്ലത് മാത്രമേ ഉള്ളൂ. വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. നോക്കൂ, ഈ 12 പേരിൽ 10 പേർ ഈ സംഭവമൊക്കെ കണ്ടിട്ടും അവരുടെ ഒരു കുഴപ്പമുണ്ട്. അവരിൽ നിന്ന് സ്തോത്രം 13:28 ഒരു വാക്ക് ഉയരുകയാണ്, എങ്കിലും. ഈ വാക്ക് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളണം. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവുമുള്ളവയാകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. തുടക്കം എങ്ങനെ? എങ്കിലും. എന്ത് പറഞ്ഞാലും, എന്ത് ദൂത് കേട്ടാലും, എന്ത് ആലോചന കേട്ടാലും, ദൈവം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാലും, ദൈവം എടുത്തോണ്ട് ആറ്റിൻ്റെ നടുക്കിട്ടിയാലും, എങ്കിലും ഈ ആറങ്ങാനം പറ്റിപ്പോയാൽ, അതാണ് സ്തോത്രാമേ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാം ശരിയാക്കിയാലും നമ്മുടെ ചിന്ത അവസാനം ഭേദിക്കുന്ന എങ്കിലും ആമേൻ. അവർ പരാജയത്തെ സ്വപ്നം കണ്ടു. ഹല്ലേലൂയ. സ്തോത്രം. നോക്കിയേ, ഈ 10 പേർ ദർശനത്തിൻ്റെ പരാജയത്തെ സ്വപ്നം കണ്ടു. എന്നാൽ നമുക്കാവശ്യം പരാജയമല്ല. സംഖ്യാപുസ്തകം 13:30 കാലേബ് പറയാ, അവൻ ഈ പരാജയപ്പെട്ട് ബഹളം വെച്ച ജനത്തോടൊക്കെ പറഞ്ഞ്, വായടക്കിനടാ, നീയൊക്കെ ബഹളം വെക്കാതിരി. 1-2 പേരോടുള്ള 30 ലക്ഷത്തിനോടാ. നമ്മൾ ആരോട് പറയും? അടുത്ത് നിൽക്കുന്ന ആദ്യത്തെ ആളോട് പറയും, രണ്ടാമത്തെ ആളോട് പറയും, മൂന്നാമത്തെ ആൾ പറയും, ഇതൊന്നും നടക്കത്തില്ലെന്ന് പറയുമ്പോൾ എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു മച്ചമ്പി, നിന്നെ പോലെ തന്നെയായിരുന്നു എൻ്റെ ചിന്ത. പിന്നെ പാസ്റ്ററും ഭാര്യയും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ കൂടെ നിന്ന് കൈയടിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ അല്ല. 30 ലക്ഷത്തിൻ്റെയും വായടപ്പിച്ചിട്ട് കാലേബ് പറയാ, നാം ചെന്ന് അത് കൈവശമാക്കുക. ആമേൻ. നാം ചെന്ന് അത് കൈവശമാക്കുക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചെന്ന് അത് കൈവശമാക്കുക. ആമേൻ. ദർശനത്തിന്റെ പരാജയമല്ല നീ സ്വപ്നം കാണുവാനുള്ളത്, ദർശനത്തിന്റെ വിജയം നീ സ്വപ്നം കാണണം. കാരണം അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. നമ്മുടെ ദൈവം പരാജയത്തിന്റെ ദൈവമല്ല, നമ്മുടെ ദൈവം വിജയത്തിന്റെ ദൈവം അത്രേ. നമ്മുടെ ദൈവം തകർച്ചയുടെ ദൈവമല്ല, നമ്മുടെ ദൈവം പണിയപ്പെടലിന്റെ ദൈവം അത്രേ. കൊരിന്ത് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ ലേഖനം 15-57 വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിലൂടെ നിനക്കൊരു ജയമുണ്ട്, നിന്റെ ദർശനത്തിനൊരു പ്രാപ്തിയുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, യേശുവിലൂടെ നിനക്കൊരു ജയമുണ്ട്. യേശുവിലൂടെ നീ ഇന്നായിരിക്കുന്ന ഈ ദാരിദ്ര്യത്തെ നീ ജയിക്കും. യേശുവിലൂടെ നീ കടത്തെ ജയിക്കും. യേശുവിലൂടെ നീ തകർച്ചയെ ജയിക്കും. യേശുവിലൂടെ നീ അനുഭവിക്കുന്ന പരാജയത്തെ ജയമാക്കി മാറ്റും. യേശുവിലൂടെ നിന്റെ തലമുറകൾ കടന്നുപോയി വീണ് പെട്ടായിരിക്കുന്ന ആ അനുഭവത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരും. യേശുവിലൂടെ നീ പിശാചിനെ ജയിക്കും. യേശുവിലൂടെ നീ രോഗത്തെ ജയിക്കും. യേശുവിലൂടെ നിനക്കൊരു ജയമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നന്ദി കർത്താവേ. ആമേൻ. അപ്പോൾ സ്തോത്രം. പരാജയമല്ല, ദർശനത്തിന്റെ പരാജയമല്ല നമ്മൾ സ്വപ്നം കാണേണ്ടത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റുക. ആമേൻ. പരാജയപ്പെടാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. പരാജയപ്പെടാനുള്ള സാധ്യത നോക്കാൻ 10 പ്രഭുക്കന്മാരും അവരുടെ ടീമും കൂടെ ഉണ്ട്. ഹല്ലേലൂയ. 10 പ്രഭുക്കന്മാർ മാത്രമാണോ, അവരുടെ കൂടെ ഉള്ളവർ മാത്രമാണോ പരാജയത്തെ സ്വപ്നം കണ്ടത്? പരാജയത്തെ സ്വപ്നം കണ്ടത് 10 പ്രഭുക്കന്മാരും. ആമേൻ. 10 പ്രഭുക്കന്മാരും 12 ഗോത്രത്തിലെ മുഴുവൻ ജനവും പരാജയത്തെ സ്വപ്നം കണ്ടു. വചനം പറയുന്നു, ഒരൊറ്റ എണ്ണം വാഗ്ദത്തത്തിൽ പ്രവേശിച്ചില്ല. 2 മരുന്നിന് വിജയത്തെ സ്വപ്നം കണ്ടു. മരുന്നിന് വിജയത്തെ സ്വപ്നം കണ്ടവനെ അവൻ ദൈവം വാഗ്ദത്തത്തിലെത്തിച്ചു, ദർശനത്തിലെത്തിച്ചു. നിന്റെ സ്വപ്നം ജയമാണെങ്കിൽ ദൈവം നിന്നെ അവിടെ എത്തിക്കും. എത്ര പേർ പരാജയ സ്വപ്നം കണ്ടാലും, എത്ര പേർ പരാജയത്തിന്റെ കഥ പറഞ്ഞ് തകർന്നു പോയാലും, എത്ര പേർ നടക്കത്തില്ല എന്ന് പറഞ്ഞാലും, എത്ര പേർ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല ഉപവസിച്ചിട്ട്
മറുപടിയില്ല. എത്ര പേർ ദൈവത്തിന്റെ പിന്നാലെ നടന്നിട്ടും ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചറിയ്, നീ ജയം സ്വപ്നം കാണുമെങ്കിൽ നീ യേശുവിൻ നാമത്തിൽ എൻ്റെ ദൈവം നിന്നെ അവിടെ എത്തിക്കും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഭക്തൻ പറയുന്ന ഒരു കാര്യമുണ്ട്, സംഖ്യാപുസ്തകം 14:8, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് എത്തിക്കുക. യോശുവയും കാലേവും രണ്ടുപേർ നിന്നു. അവരുടെ അവസ്ഥ നിങ്ങളത് ചിന്തിച്ചു പോകാം. വസ്ത്രമൊക്കെ കീറി സങ്കടം വന്ന് നെഞ്ചത്തടിച്ച കരയുക. ഇത്രയും വലിയ ജനം, പ്രഭുക്കന്മാരുണ്ട്, മണ്ടന്മാരൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ, സങ്കടം സഹിക്കാൻ വയ്യ. അവസാനം നിന്നിട്ട് പറയുക, എൻ്റെ ദൈവം എന്നിൽ പ്രസാദിക്കുമെങ്കിൽ ഞാൻ ആ വാഗ്ദത്തത്തിലെത്തും. ദൈവം നിന്നിൽ പ്രസാദിക്കുമെങ്കിൽ, എന്നെ കേൾക്കുന്ന സഭയെ കൂടെ ആരുണ്ടെന്ന് നീ നോക്കണ്ട. ഓ സ്തോത്രം, നിന്റെ സാഹചര്യം നീ നോക്കണ്ട. ദൈവം നിന്നിൽ പ്രസാദിക്കുമെങ്കിൽ, ദൈവം നിന്നിൽ പ്രസാദിക്കുമെങ്കിൽ, സർവശക്തനായ ദൈവം നിന്നിൽ പ്രസാദിക്കുമെങ്കിൽ നീ ആ വാഗ്ദത്തത്തിൽ എത്തിച്ചേരും. നീ കേട്ട വാഗ്ദത്തത്തിൽ നീ എത്തിച്ചേരും. നീ കണ്ട ദർശനം അത് നിന്റേതായി മാറും. ഹല്ലേലൂയ. ഈ രണ്ട് കാര്യങ്ങൾ മറക്കരുത്. ആമേൻ. തുടർന്നും ഒരു 3 കാര്യമുണ്ട്. അത് വഴി പോലെ സമയത്തിനനുസരിച്ച് പറയാം. ഇപ്പോൾ പറഞ്ഞു നിർത്തേണ്ട സമയം വന്നിരിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഈ 2 കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. 1, ദർശനത്തെ സ്വപ്നം കാണുക. 2, അല്ലെങ്കിൽ 1, ദൈവവുമായി വ്യക്തിപരമായ ആഴമേറിയൊരു ബന്ധമുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ദർശനമുണ്ട്. ദർശനം ഒരു പക്ഷേ എന്നിൽ നിന്ന് കേട്ടതായിരിക്കാം, അല്ലെങ്കിൽ എന്നെക്കാൾ മുമ്പേ എന്നിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പേ എന്നെ പോലുള്ള ഒരുവനിലൂടെ കേട്ടതായിരിക്കാം. സ്വപ്നത്തിലൂടെ ദൈവം നിങ്ങൾക്ക് തന്നതായിരിക്കാം. എന്താണെങ്കിലും അത് നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കണമെങ്കിൽ ദൈവവുമായി ആഴമേറിയ വ്യക്തിപരമായൊരു ബന്ധം വേണം. 2, ദർശനത്തെ നിങ്ങൾ സ്വപ്നം കാണണം. എന്തിനാണ് ദർശനത്തെ സ്വപ്നം കാണണമെന്ന് പറയുന്നത്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെയാണ് പലരും വീണു പോകുന്നത്. ദർശനവുമുണ്ട്, ബന്ധവുമുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ 21 ദിവസം ഉപവാസത്തോടെ ഇരുന്നവരുണ്ട്. ലൈവിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉപവാസത്തോടെ പ്രൈസർ ഫാമിലിക്കൊപ്പം 21 ദിവസം ചിലവഴിച്ചവരുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താ? ഓരോ ദിവസവും മെസ്സേജിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഉപവാസത്തിൻ്റെ മറുപടി, ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ വിടുതൽ, ഉപവാസം തീരുമ്പോൾ വിടുതൽ. സ്തോത്രം, ഹല്ലേലൂയ. നോക്കിയേ, സുവിശേഷത്തിലേക്ക് വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം. 3 അധ്യായങ്ങളിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങോട്ട് നോക്കണ്ട, ശ്രദ്ധിച്ചാൽ മതി. ആമേൻ, സ്തോത്രം. അപ്പോൾ അവിടെ 4-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഒരു ഉപവാസം കഴിഞ്ഞ് ഒരുവൻ എഴുന്നേറ്റു. ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആമേൻ. നിങ്ങൾ പറയും രതീഷായിരിക്കും. ഒന്ന് ഞാനല്ല കേട്ടോ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉപവാസം കഴിഞ്ഞ് എഴുന്നേറ്റു. എത്ര ദിവസം ഉപവസിച്ചു? ഓ സ്തോത്രം, ആമേൻ. അപ്പോൾ യേശു ക്രിസ്തു ഉപവാസം കഴിഞ്ഞ് എഴുന്നേറ്റു. അടുത്ത് എന്താ സംഭവിക്കാനുള്ളത്? ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 13-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യവും ഒക്കെയാണ് സംഭവിക്കാനുള്ളത്. 14-ാമത്തെ വാക്യം എന്താ? അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശു ആത്മാവിന്റെ ശക്തിയോടെ, ഓ സ്തോത്രം, മടങ്ങി. 2, അവന്റെ ശ്രുതി നാട്ടിലൊക്കെ പരന്നു. ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങി എന്ന് പറഞ്ഞ, ആമേൻ, ഹല്ലേലൂയ, വഴി തുറക്കപ്പെട്ടെന്നാ. ആത്മാവ് ഫിലിപ്പോസിനെ എന്ത് ചെയ്തു? കിടത്തി വലിച്ച് ഞരക്കിയെന്നാണോ? അല്ല, എടുത്തോണ്ട് പോയി. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിയും. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ചിലതിനൊക്കെ കർത്താവ് എടുത്തോണ്ട് പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഈ പുതിയ സീസണിൽ ചിലതൊക്കെ യേശുവിൻ നാമത്തിൽ ചിലതിനൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തോണ്ട് പോകുക. വലിച്ച് നരക്കത്തില്ല, എടുത്തോണ്ട് പോകുക. കിടന്നിഴയുന്നതിനൊക്കെ, മുട്ടിലിഴയുന്നത് കുറേ കാലമായി ഇഴച്ചില്ല, അയ്യോ. ആ ഇഴയുന്നതിനെയൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തോണ്ട് പോകും. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് നടക്കാനുള്ളത്. നമ്മൾ ഉപവസിക്കുന്നു, ആത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നു. നാട്ടുകാരെല്ലാം പറയുന്നു, പിന്നെ ആ പള്ളിയിൽ പോകുന്ന അവനുണ്ടല്ലോ, അവളുടെ ഇപ്പം ഭയങ്കര സംഭവമാണ്. ഒരു വാക്ക് സംസാരിച്ചാൽ ഭൂതം ചാടി ഓടും, പിശാച് അലറിപ്പായും. അവിടെ ഭയങ്കര സംഭവങ്ങളാണ്. രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ, ഓ സ്തോത്രം, ഒന്നും പറയണ്ട, ഭയങ്കര സംഭവം. ഇതാണ് പറയേണ്ടത്. ശ്രുതി പരക്കണം. പക്ഷേ ഇതിനിടയ്ക്ക് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമുണ്ട് കേട്ടോ. ആമേൻ. ദർശനമുള്ളവനെ തേടി വരുന്ന ഒരാളുണ്ട്. ഹല്ലേലൂയ. ആരാ ദർശനമുള്ളവനെ തേടി വരുന്നത്? പോസ്റ്റ്മാനാണോ? അല്ല. ദർശനമുള്ളവനെ തേടി വേറൊരാൾ വരും, അതാണ് പിശാച്. ആമേൻ. യേശു എന്തിനു വേണ്ടിയാണ് ഉപവസിച്ചത്? തൻ്റെ ദർശനത്തിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടിയാണ് ഉപവസിച്ചത്. ആമേൻ. ദർശനത്തിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി യേശു ഉപവസിച്ച് കയറിയപ്പോൾ പിശാച് വന്ന് തോളി തട്ടിയിട്ട് പറഞ്ഞു, വരൂ നമുക്കിനി 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോകാം. അല്ല, വരൂ നമുക്കിനി മരുഭൂമിയിലേക്ക് പോകാം. വചനം പറയുന്നു, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അവൻ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. ആമേൻ. കാട്ടുമൃഗങ്ങളുടെ മുമ്പ് കൊണ്ട് 40 ദിവസം ഉപവസിച്ച പാവപ്പെട്ട യേശുവിനെ കൊണ്ട് തള്ളി.
ആമേൻ. നമ്മളാണെങ്കിൽ ഏരിയയിൽ കൂടെ ഒരു പട്ടി കുരച്ചാൽ പറയും മുടിഞ്ഞ ദൈവം 10-20 ദിവസം ദൈവത്തിൻ്റെ സന്നിയിൽ ഇരുന്നിട്ട് വന്നപ്പോൾ ലോണ്ട പട്ടി കുരയ്ക്കണമെന്ന്. പട്ടിയുടെ വാടയ്ക്കുമെന്നുള്ള ദർശനത്തിന് വേണ്ടിയാണ് നമ്മൾ നിന്നത്. ആമേൻ. അപ്പോൾ പാവപ്പെട്ട യേശുവിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാട്ടുമൃഗങ്ങളുടെ ഇടയിൽ കൊണ്ടിട്ടു. ത്യാഗിലോട്ട് തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. പിശാച് വിടത്തില്ല. ആമേൻ. പിശാച് വിടത്തില്ല. എന്തിനാ? നിന്റെ ദർശനത്തെ തകർത്ത് കളയുവാൻ, നീ കണ്ട ദർശനത്തെ തകർത്ത് കളയുവാൻ, ദർശനത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം പ്രാർത്ഥിച്ചു ഉപവസിച്ച് നീ പ്രാപിച്ചെടുത്ത ആ ശക്തിയെ തകർത്ത് കളയുവാൻ പിശാച് തേടി വരും. ചിലർ പരീക്ഷയിലൂടെ കടന്നു പോകുക. ഓ താങ്ക് ലോർഡ്. ചിലരെ പിശാച് മരുഭൂമിയിലൂടെ നടത്തുക. അയ്യോ ഒന്നുമില്ലല്ലോ, ദൈവദാസനെ ഉപവസിച്ചിട്ടൊന്നുമില്ലല്ലോ, മരുഭൂമിയാണല്ലോ, വെള്ളമില്ലല്ലോ, അയ്യോ വിശക്കുന്നേ തളരുന്നേ, ആരുമില്ലല്ലോ, ആരെയും കാണാനില്ലല്ലോ, അയ്യോ 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 അയ്യോ. വിളിച്ച് നിലവിളിക്കേണ്ട. പിശാച് നടത്തുക, പിശാച് നടത്തുക, പിശാച് നടത്തുക. ലൂക്കോസിന്റെ 4:13 പറയുന്നു, പിശാച് അവനെ വിട്ടുമാറി. ഓ യേശുവിൻ നാമത്തിൽ. അവൻ കൂടെ താമസിക്കാൻ വന്നതല്ല. പിശാച് നിന്നെ കല്യാണം കഴിച്ച് കൂടെ താമസിക്കാൻ വന്നതല്ല. അവൻ വിട്ടുമാറും. പരീക്ഷകൻ വിട്ടുമാറും. പിശാച് യേശുവിൻ നാമത്തിൽ പിശാച് വിട്ടുമാറും. ഹല്ലേലൂയ. ആമേൻ. വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ. അപ്പോൾ പിശാച് വരും. ഉപവാസം കഴിയുമ്പോൾ ആര് വരും? പിശാച് വരും. അതുകൊണ്ടാണ് ജ്വലിച്ച് കത്തേണ്ടതൊക്കെ കരിക്കട്ടോലൊക്കെ ഇരിക്കുന്നത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പിശാച് ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോളണം. വേറെ ആർക്കും കിട്ടാത്ത രഹസ്യമാണ് പറഞ്ഞുതരാം. ആമേൻ. ദർശനത്തെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പിശാച് ശ്രമിക്കും. ദർശനം എന്താ? ആമേൻ. സകലത്തിനും അധികാരിയായി മാറുക. ആരുടെ ദർശനം? യേശുവിൻ്റെ ദർശനമോ? ആമേൻ. സകലത്തിനും അധികാരിയാകുക. പിശാച് എന്താ ചെന്നിട്ട് പറഞ്ഞത്? ജസ്റ്റ് ഒന്ന് നമസ്കരിച്ചിട്ട് മിണ്ടാതിരുന്ന ഇതെല്ലാം കൂടെ എടുത്തങ്ങ് തരാം. സ്തോത്രം. പിശാച് വന്നിട്ട് പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, നീ ഇനിയിപ്പോൾ ക്രൂശി കയറേ മല ചവിട്ടേ ഒന്നും വേണ്ട. ആ വൃത്തികെട്ട ശിഷ്യന്മാരെ നീ കൊണ്ട് നടക്കണ്ട. യൂദാസിനെ ഒന്ന് സ്നേഹിതാ എന്ന് വിളിക്കണ്ട. നീ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മാത്രം മതി. ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. പിന്നെ വല്ല കഷ്ടപ്പാടും ദൈവം തരേണ്ട ദർശനത്തെ പിശാച് തരാമെന്ന് പറയും. ആമേൻ. അതൊരു മായ കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ഉപവസിക്കുന്നതിന് വേണ്ടിയാ, ജയത്തിന് വേണ്ടിയാ, അവൻ ജയിക്കാൻ വേണ്ടിയാ. അപ്പോൾ പിശാച് വന്നിട്ട് എന്ത് പറയും? നിനക്കിപ്പോൾ ഒരു ജയം തരാം. വീട്ടിൽ ഭാര്യ നിൽക്കുകയാണ്. ഭാര്യയെ കാണിച്ചിട്ട് പറയും, തുടങ്ങിക്കോ. അവളെ 10 പറഞ്ഞ് അവളെ വായടപ്പിച്ച് കഴിഞ്ഞാൽ നീ ജയിച്ച്. ആമേൻ. ഇപ്പം നിങ്ങളോട് പറയുന്നല്ലേ, എൻ്റെ അടുത്ത് പിശാച് വന്നിട്ട് പറയുന്ന കാര്യം. ഉപവാസം കഴിഞ്ഞ് പറയും, പിശാച് പറയും, എടാ നോക്കടാ അവളെ വയ്ക്കുന്നു, അവളുടെ നോട്ടം ശരിയല്ല, അവളുടെ സംസാരം ശരിയല്ല, എന്നാൽ 10 പറഞ്ഞ് നിനക്ക് ജയിച്ചോ അവസരമുണ്ട്, നീ ജയിച്ചോ. ആമേൻ. നമ്മളാണെങ്കിൽ ആലോചിക്കും. ഞാനാണെങ്കിൽ പിശാചിനോട് പറയും, പിശാചെ ഇനിയിപ്പോൾ അവളെ തോപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ കിട്ടിയപ്പോൾ തന്നെ അവൾ തോറ്റത്. ആമേൻ. അതുകൊണ്ട് ഞാനിനിയിപ്പോൾ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. ആമേൻ. അങ്ങനെ പിശാച് നമ്മുടെ അടുത്ത് വരും. ആമേൻ. തമ്മിലടിപ്പിക്കാൻ വരും. ആമേൻ. ഭർത്താവിനെ കാണിച്ചിട്ട് ഭാര്യയോട് പറയും, എന്നാൽ പിന്നെ അവനെ പറഞ്ഞ് വായടപ്പിച്ചിട്ട് തന്നെ കാര്യം. വെറുതെ നടക്കുന്നവരോട് പറയും, 200 രൂപ ഉണ്ടല്ലോ, നീ പോയി ഒരു പെഗ്ഗടി, നിനക്ക് ലോകത്തില്ലാത്ത സന്തോഷം തരാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിപ്പിക്കും പിശാച്. ആമേൻ. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിപ്പിക്കും. പലതും നിന്റെ മുമ്പ് കാണിച്ചിട്ട് പറയും, ഇതാണ് ശരിയായ സന്തോഷം. എന്നാൽ ആ പിശാചിനെ നീ ജയിക്കുമെങ്കിൽ ആമേൻ, നീ ആ വാഗ്ദത്തം പ്രാപിക്കും. നിന്റെ ദർശനം നിന്റേതായി മാറും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന സഭയെ, പിശാചിന് മുമ്പിൽ കുടുങ്ങിപ്പോകരുതേ. നിന്റെ ഉപവാസം വെറുതെയായി തീരുവാൻ അനുവദിക്കരുതേ. നിന്റെ പ്രാർത്ഥന വെറുതെയായി തീരുവാൻ അനുവദിക്കരുതേ. ഒരിക്കൽ കൂടെ ദൂതാവർത്തിക്കുക. വല നിറയുന്നുണ്ട്, വലിച്ചു കയറ്റുവാൻ കരകൾക്ക് ശക്തിക്കായി പ്രാർത്ഥിക്കുക. നിന്റെ കൈയുടെ കുറവ് കൊണ്ട് മീന് ചത്തുപോകരുത്. ഇന്നലകളിൽ ചത്തുപോയി. യേശുവിൻ നാമത്തിൽ ഇന്നലകളിൽ കർത്താവ് വല നിറപ്പിച്ചതാ. നീ പ്രാർത്ഥിച്ചപ്പോ, നീ ഉപവസിച്ചപ്പോ, നീ മാറെടുത്തച്ച് കരഞ്ഞപ്പോ, നീ തലകുനിച്ചപ്പോ, നീ ലജ്ജിക്കപ്പെട്ടപ്പോ എന്റെ കർത്താവ് വല നിറച്ചതാ. പക്ഷെ വലിച്ചു കയറ്റാൻ നിനക്ക് പറ്റിയില്ല. നിറഞ്ഞ വല വലിച്ചു കയറ്റാൻ നിനക്ക് പറ്റിയില്ല. പിന്നെയും ശൂന്യതയായി. ഇന്ന് ദർശനമുള്ള നിന്റെ കരങ്ങള് വല വലിക്കുക. വല വലിച്ചു കയറ്റുന്ന ഒരു അഭിഷേകം. ആ പിശാച് ഭയപ്പെടുക. നിന്നെ തളർത്തുന്ന പിശാചെന്ന് ഭയപ്പെടുക. പിശാചിനോട് വിളിച്ചു പറയ്, പിശാചേ നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. പിശാചേ നിനക്കെന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. എന്റെ ദർശനം വേറെയാ. അത് ദൈവം എന്നിൽ പ്രസാദിച്ച് എനിക്ക് തരുവാൻ യേശുവിൻ നാമത്തിൽ. തിരിച്ചറിയുന്നവർക്കായി ദൈവം പ്രസാദിക്കുന്നുണ്ട് കേട്ടോ. ഉപവസിച്ച നിന്റെ മേൽ ദൈവം പ്രസാദിക്കുന്നുണ്ട്. വല നിറഞ്ഞതേ, നീ സന്തോഷത്തോടെ കാണുന്നത്, നീ സന്തോഷത്തോടെ കേൾക്കുന്നത് വല നിറഞ്ഞതുകൊണ്ടാ. ദൈവം നിന്നിൽ പ്രസാദിച്ചതുകൊണ്ടാ. നിന്നെ എൻ്റെ ദൈവത്തിന് ഒരുപാട് ഇഷ്ടമാ. പ്രിയ മകളെ, പ്രിയ മകനെ, നിന്നെ എൻ്റെ യേശുപ്പൻ ഒരുപാട് ഇഷ്ടമാ. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നിന്നെ എൻ്റെ യേശുപ്പൻ ഒരുപാട് ഇഷ്ടമാ. പ്രിയ അമ്മേ, നിന്റെ എൻ്റെ യേശുപ്പൻ ഒരുപാട് ഇഷ്ടമാ. പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങളെ യേശുപ്പൻ ഒരുപാട് ഇഷ്ടമാ. ഇന്നലകളിൽ വല നിറച്ചു തന്നതാ. നീ അത് ശൂന്യമാക്കിയെങ്കിൽ വലിച്ചു കയറ്റ്, വിട്ടുകളയരുതേ. വല വലിച്ചു കയറ്റുന്ന ഒരു അഭിഷേകം, ഉപവാസത്തിൽ വെളിപ്പെട്ട വിടുതലുകൾ.
നിന്റെ ഭവനത്തിലേക്ക് അത് വെളിപ്പെടുക. ജോലിയായ അത് ഭവനത്തിനകത്ത് വരിക. ഓ രാധാന ശാഖാരാധന. യെസ്, ആരോഗ്യമായി, രോഗസൗഖ്യമായി, സമാധാനമായി ചില ഭവനങ്ങളിൽ നിന്ന് കടന്നുപോയ ആ സമാധാനത്തിന്റെ അനുഭവങ്ങൾ മാറുക. ദർശനത്തെ സ്വപ്നം കാണ്. നീ ചുമന്ന് നടക്കുവാൻ പോകുക. ആരും കാണരുതെന്ന്, നിന്റെ ജീവിതത്തിൽ ലോകം കാണരുതെന്ന് പറഞ്ഞ, നിന്റെ ജീവിതത്തിൽ കാണുവാൻ ഇടവരത്തില്ല എന്ന് പറഞ്ഞ ആ ദർശനത്തെ നീ ചുമക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഭാവിയായി, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതമായി, അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലമായി, അനുഗ്രഹിക്കപ്പെട്ട തൊഴിലായി, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ഒരുമിച്ച് കരങ്ങളെ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. കരങ്ങൾക്ക് ശക്തി വരിക. വലിച്ചു കയറ്റുവാനുള്ള ഒരു അഭിഷേകം, വലിച്ചു കയറ്റുവാൻ ഇതിനകത്തിരിക്കുന്ന വലുതും ചെറുതുമായി ലൈവിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന, ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ കേൾക്കുവാൻ പോകുന്ന, ഓ സ്തോത്രം, നിന്റെ കരങ്ങളിൽ കർത്താവ് അഭിഷേകത്തെ ആമേൻ, അഭിഷേകത്തെ, അഭിഷേകത്തെ, വല വലിച്ചു കയറ്റുന്ന അഭിഷേകം. ദർശനമുള്ളവൻ, ഓ സ്തോത്രം, നിന്റെ പടകിൽ ഇനി മത്സ്യം ചാവത്തില്ല. നിന്റെ ഭവനത്തിനകത്തിന് നന്മ ചിതറിപ്പോകത്തില്ല. നിന്റെ ഭവനത്തിനകത്തിന് സമാധാനം ഇല്ലാതിരിക്കത്തില്ല. നിന്റെ ഭവനത്തിനകത്തിന് ആത്മഹത്യക്ക് വേണ്ടിയുള്ള നിലവിളിവേ മരണം മതിയെന്ന്, മരണം മതിയെന്ന്, മരണം മതിയെന്ന് ഇനി അതിനകത്ത് ആരും പറയത്തില്ല. എനിക്ക് ജീവിക്കേണ്ടത് പറയത്തില്ല. എനിക്കിനി ഇങ്ങനെ ഒരു ജീവിതം വേണ്ടത് പറയോ. നിറഞ്ഞ വല നീ വലിച്ചു കയറ്റുക. നിന്റെ ഭവനത്തിനകത്ത് ആ സമൃദ്ധി വെളിപ്പെടുക, ആ ദാരിദ്ര്യം മാറുക, ആ ഇല്ലായ്മ. ഓ റീതാരാധന ശാഖാരാധന യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. നിങ്ങൾ ദർശനത്തെ സ്വപ്നം കാണുക. ദർശനമില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കും. അവിടെ തമ്മിത്തല്ല് കാണും, അവിടെ തെറിവിളി കാണും, അവിടെ ബഹളം കാണും. ദർശനമുള്ളിടത്ത് ഇതിനൊന്നിനും ആർക്കും സമയം കാണത്തില്ല. അവനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എനിക്ക് എൻ്റെ ദർശനം പ്രാപിക്കണം. എനിക്ക് സ്തോത്രം, എനിക്ക് വാഗ്ദത്തം ചുമന്ന് നടക്കണം. ആമേൻ. എന്നെ ദേശം കാണണം, എന്നെ ദേശം അറിയണം. ആമേൻ, സ്തോത്രം. ഇട്ടിട്ടോടാനുള്ള ഒത്തിരി അവസരങ്ങളൊക്കെ പിശാച് വരുത്തും. ഈ ദർശനം സ്വപ്നം കാണുന്നത് കൊണ്ടാണ്. ആമേൻ, സ്തോത്രം. വായടച്ച് മിണ്ടാതെ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ആമേൻ. പ്രിയരെ കേൾക്കണമേ. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്താൽ ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്യും. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.